कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ 5 ശ്ലോകമാണ് പറഞ്ഞത്. 5 ശ്ലോകം വെച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ കുറെ കാലം എടുക്കും ഇതൊന്ന് ഒരു സർഗം തന്നെ തീരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വേഗം പോകാമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ചോദിക്കാം. കാരണം നമ്മുടെ ക്ലാസ്സല്ലേ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കാം. പിന്നെ കൂടുതൽ വിവരണങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് പോകാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കുറച്ചുകൂടെ വേഗം അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വാസ്തവത്തില് അങ്ങനെ പെട്ടെന്ന് പോകാവുന്നതല്ല വാൽമീകി രാമായണം. എങ്കിലും നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, നമുക്കത് ആഴ്ചയിലെ ഒരു ക്ലാസ്സേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോ എന്താണ് ഇത് തീരണമെങ്കിൽ, ഇപ്പൊ ബാലകാണ്ഡം തന്നെ തീരണമെങ്കിൽ എത്രയോ കാലം എടുക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ വേഗം ഞാനിങ്ങനെ പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് പറയണം. അതിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്താ ഇപ്പൊ അങ്ങനെ തോന്നുക, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്. ശരി, അപ്പൊ സമയം കളയാതെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് ഇവിടെ നാരദനോട് വാൽമീകി മഹർഷി ചോദിച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞ മാനുഷികമായ ഗുണങ്ങളുള്ള ആളുകൾ ഇന്നുണ്ടോ എന്നാണ് വാൽമീകിക്ക് അറിയേണ്ടത്. അപ്പൊ അതാണ് പറഞ്ഞത്. മഹർഷേത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. അല്ലെ, സത്യവാക്കായിട്ടുള്ള, ദൃഢവ്രതനായിട്ടുള്ള, എന്താണ്, എല്ലാവർക്കും പ്രിയദർശനായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ നാരദനായതുകൊണ്ട് തന്നെ, നാരദനാരാണ്? നാരം ദദാതി ഇതി നാരദ. നാരത്തെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. അപ്പോ നാരദനായ അങ്ങേക്ക് ഇതറിയാം എന്നാണ് പറഞ്ഞത്. അപ്പോ അത് കേട്ടപ്പോ നാരദൻ എന്താണ് പറഞ്ഞത്? ശ്രുത്വാ ചെയ്ത ത്രിലോകജ്ഞോ വാൽമീകേർ നാരദോ വചഃ ശ്രൂയതാമിതി ചാമന്ത്ര്യ പ്രഹൃഷ്ടോ വാക്യമബ്രവീത്. ശ്രുത്വാ ച ഏതത്, ശ്രുത്വാ ചെയ്തത് ത്രിലോകജ്ഞ. ത്രിലോകജ്ഞനാണ് നാരദൻ. ഭൂസ്വർഗ പാതാളങ്ങളിലുള്ള വൃത്താന്തങ്ങളൊക്കെ അറിയുന്നവനാണ്. ത്രിലോകം എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളുമാണ്. നമ്മുടെ ഭൂമിക്ക് മുകളിലേക്കുള്ള ലോകങ്ങളെയൊക്കെ കൂടിയിട്ട് എന്താണ്? ഭൂർഭുവസ്വഹ. നമ്മൾ സാധാരണ വ്യാകൃതി മന്ത്രം ചൊല്ലുമ്പോൾ ചൊല്ലാറുള്ളതാണ് ഭൂർഭുവസ്വഹ എന്ന്. ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം. വ്യാകൃതി മന്ത്രം എന്നാണ് നമ്മൾ അതിനെ പറയുക, അല്ലേ? നമ്മൾ ഗായത്രി ഒക്കെ ചൊല്ലുമ്പോ എങ്ങനെയാണ് ഗായത്രി എങ്ങനെയാണ് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്? ഗായത്രി പ്രണവ മന്ത്രത്തോടും വ്യാകൃതി മന്ത്രത്തോടും കൂടിയിട്ടാണ് ഗായത്രി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രണവ മന്ത്രം എന്താണ്? ഓം എന്നുള്ളത്, ഓംകാര മന്ത്രം. വ്യാകൃതി മന്ത്രം എന്താണ്? ഭൂർഭുവസ്വഹ. ഇതാണ് വ്യാകൃതി മന്ത്രം. അപ്പോ വ്യാകൃതി മന്ത്രത്തോടും പ്രണവത്തോടും കൂടി ഓംകാരം ഗായത്രി ജപിക്കുമ്പോ ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം വരേണീയം എന്ന് ചൊല്ലിയാലേ വൃത്തം ശരിയാവുള്ളൂ. കാരണം ഗായത്രിക്ക് എങ്ങനെയാണ് അതിന്റെ ലക്ഷണം? എന്താണ്? ഗായത്രി ഛന്ദസ്സിന്, വൃത്തത്തിന് 8 അക്ഷരം എഴുതാനുള്ള 3 പാദങ്ങളാ. അപ്പോ നമ്മൾ ചൊല്ലുന്ന ഗായത്രിയിലെ ആദ്യത്തെ പാദത്തിന് 7 അക്ഷരം ഉള്ളൂ, അല്ലേ? തത്സവിതുർവരേണ്യം 7 ഉള്ളൂ. തത്സവിതുർവരേണ്യം 7 ഉള്ളൂ. തത്സവിതുർവരേണിയം എന്ന് ചൊല്ലിയാലേ അത് 8 ആവുള്ളൂ. അങ്ങനെ 8 അക്ഷരമുള്ള 3 പാദമാണ് ഗായത്രി. 8 അക്ഷരമുള്ള 4 പാദമായാൽ അത് അനുഷ്ടുപ്പായി. ഇരിക്കട്ടെ. അപ്പൊ നമ്മളത് ചൊല്ലുമ്പോൾ നമ്മൾ ഈ വ്യാകൃതി മന്ത്രം ചൊല്ലാറുണ്ട്. അപ്പൊ വ്യാകൃതി മന്ത്രം ഭൂർഭുവസ്വഹ, അതുകൊണ്ടായില്ല. പിന്നെയും മുകളിലേക്കുള്ള 4 ലോകങ്ങളും കൂടി ഉണ്ട്. അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വർലോകങ്ങൾ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ജീവിക്കുന്ന ഭൂലോകവും താഴേക്കുള്ള 7 പാതാള ലോകങ്ങളും കൂടെ കൂട്ടിയാണ് നമ്മൾ ആ 3 കൂടെ പാതാള ലോകം എന്ന് പറയും, 7 കൂടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ത്രിലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ത്രിലോകം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 14 ലോകങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ശ്രുത്വാ ചെയ്ത ത്രിലോകജ്ഞ, ത്രിലോകജ്ഞൻ 14 ലോകങ്ങളിലെയും, സ്ത്രീക്ക് 14 എന്നല്ല അർത്ഥം, പക്ഷെ അതിലെന്തുണ്ട്? 14 അതില് ഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇതിന് എല്ലാം, ഇവിടെ എല്ലാം ഉള്ള വൃത്താന്തങ്ങൾ അറിയുന്നവനാണ് ത്രിലോകജ്ഞൻ. ത്രിലോകജ്ഞ നാരദ ശ്രുത്വാച്ച ഏതത്, ഏതത് ശ്രുത്വ, ഏതത് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? എന്താണ് കേട്ടത്? വാൽമീകേഹേ വചഹ, വാൽമീകിയുടെ ഈ വചസ് കേട്ടിട്ട്, ഈ വാക്യം കേട്ടിട്ട്, വാൽമീകി ചോദിച്ച ഈ വാക്യങ്ങൾ അല്ലേ? നമ്മൾ വാചകം എന്ന് പറയാറുണ്ട്, വാചകമല്ല വാക്യമാണ്. സെന്റൻസ് എന്നുള്ള വാക്കിന് അതിന്റെ തർജ്ജമ എന്തല്ല? വാചകമെന്നല്ല. നമ്മൾ വാചകം എന്നാണ് പറയാറ്, വാചകമല്ല വാക്യമാണ്. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വാക്യത്തിൽ പ്രയോഗിക്കുക, ഓരോ പദങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പൊ വാക്യമാണ് സെന്റൻസ്. ഇന്ന് നമ്മൾ വാചകം എന്നാണ് പറയുന്നത്, വാചകം വേറെയാണ്, അത് സാഹിത്യശാസ്ത്രം അനുസരിച്ച് വേറെയാണ്. ഇരിക്കട്ടെ. അപ്പൊ ഈ വചസ് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്യം കേട്ടിട്ട്, വാൽമീകി പറഞ്ഞ വാക്യം കേട്ടിട്ട് നാരദൻ ശ്രൂയതാം ഇതിച്ച ആമന്ത്ര്യ, ശ്രൂയതാം, ശ്രൂയത എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടാലും, ഇത് ആമന്ത്ര്യച്ച എന്ന് ആമന്ത്രണം ചെയ്തിട്ട് പറഞ്ഞു. വാൽമീകിയോട് പറഞ്ഞു, ശരി അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് അറിയാമെന്ന്, ശരി കേട്ടുകൊള്ളൂ. ശ്രൂയതാം ഇത് ആമന്ത്ര്യ പ്രഹൃഷ്ടോ വാക്യമബ്രവീത്, പ്രഹൃഷ്ട, പ്രകൃഷ്ടമായ രീതിയിൽ ഹർഷമുണ്ടായിരുന്നു, സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് വാക്യം അബ്രവീത്, കണ്ടോ? വാക്യം അബ്രവീത്, വാചകം അബ്രവീത് എന്നല്ല. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു പദമാണ് ഇന്ന് വളരെ പ്രചാരമായി. എന്ത്? വാചകം എന്ന്. വാചകം എന്നുള്ളത് ശബ്ദങ്ങളുടെ ഒരു ശക്തിയാണ്. വാചക ശക്തി, ലക്ഷണ ശക്തി, വ്യഞ്ജനാശക്തി, അതിലൊന്നാണത്. അപ്പൊ ഇവിടെ വാക്യം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, വാൽമീകി പറയാൻ തുടങ്ങി, വാക്യം പറയാൻ തുടങ്ങി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ എന്താ പറഞ്ഞത്? വളരെ എന്താണ്? അങ്ങ് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സന്തോഷമായത്? അറിവ് ഉള്ളത് അറിയാൻ ആളുകൾ വേണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ? പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ നാരദന് നല്ല സന്തോഷമായി, ഞാൻ അറിയാനൊരാളുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. ഇന്ന് നമുക്ക് അറിയാനുള്ള ആളുകളാണ് ഇല്ലാത്തത്, പറയാൻ ആളുകൾ പലരും ഉണ്ടാവും, പക്ഷെ ആർക്കും വേണ്ട എന്നാണ്. ഇവിടെ അദ്ദേഹത്തിന് സന്തോഷമായി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ എന്താണ്? ശ്രൂയതാം വിധിച്ച ആമന്ത്ര്യ, ശ്രൂയതാം കേട്ടാലും എന്ന് ആമന്ത്രണം ചെയ്തിട്ട് പ്രഹൃഷ്ടോ വാക്യം അബ്രവീത്, പ്രഹൃഷ്ടനായി, പ്രകൃഷ്ടമായ രീതിയിൽ ഹർഷത്തോടു കൂടി വന്നിട്ട്, ഹൃഷ്ട എന്ന് പറഞ്ഞാല് ഹർഷമുണ്ടായി, സന്തോഷത്തോടു കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മുനെ ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാഹ ഗുണാഹ ബഹവഹ ദുർലഭാഹ ച ഏവ യേ ത്വയാ കീർത്തിതാഹ ഗുണാഹ, ത്വയാ കീർത്തിതാഹ ഗുണാഹ. മഹർഷേ, അങ്ങ് കീർത്തിച്ച ഈ ഗുണങ്ങളുണ്ടല്ലോ അല്ലെ, ഈ കീർത്തിച്ച ഈ ഗുണങ്ങൾ, ഈ ധർമ്മജ്ഞത്വം, കൃതജ്ഞത്വം മുതലായ ഈ ധർമ്മങ്ങൾ ബഹവഹ ധാരാളമാണ്. ഇത്തരമൊന്നും ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദുർലഭാഹ, ദുർലഭാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സുലഭമല്ല, ദുർലഭമാണ് ഇങ്ങനെയുള്ള ഗുണങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളാണ് അങ്ങ് പറഞ്ഞത്. എന്നാലും അങ്ങനെയുള്ള ആളുകളും കുറവാണ്. അതുകൊണ്ട് എന്നിരുന്നാലും ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഹ, അങ്ങയാൽ കീർത്തിക്കപ്പെട്ട ഗുണങ്ങൾ വളരെ കുറവാണ്, ആ ഗുണങ്ങൾ വളരെ കൂടുതലാണ്, അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. എന്നാൽ മുനെ വക്ഷ്യാമ്യഹം ബുദ്ധ്വ, മുനെ അല്ലയോ മുനെ മഹർഷേ, അഹം ബുദ്ധ്വ വക്ഷ്യാമി, ബുദ്ധ്വ ബോധിച്ചിട്ട്, ഞാൻ നന്നായി ചിന്തിച്ച് ആരാണ് അങ്ങനെയുള്ള ആളെന്ന് കണ്ടെത്തിയിട്ട് വക്ഷ്യാമി, ഞാൻ ഇതാ അങ്ങേക്ക് പറഞ്ഞു തരാം. ഏതൈഹി ഗുണൈഹി
യുക്തഃ നടഃ ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്തഃ ശ്രൂയതാം നരഃ. തൈഹി യുക്തഃ നരഃ കഹ ഇതി ശ്രൂയതാം. ഇതാ കേട്ടോളൂ. ഞാൻ നന്നായി ആലോചിച്ചിട്ട് പറയ ഗുണങ്ങളെല്ലാം വേണേ. അപ്പൊ അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടായാലും അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടായാലും ഇത് പറയാൻ പറ്റില്ല. ഞാൻ നന്നായി ചിന്തിച്ച് പറഞ്ഞു തരാം. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. വാൽമീകി ചോദിച്ചപ്പോ നാരദൻ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്തഃ ശ്രൂയതാം നരഃ. ഞാൻ അങ്ങനെ പറഞ്ഞ ആളെ, ഞാൻ അങ്ങ് പറഞ്ഞ ഗുണങ്ങളോട് കൂടിയ ആളെ ഞാൻ നന്നായി ചിന്തിച്ചിട്ട് പറഞ്ഞു തരാം, അങ്ങ് കേട്ടുകൊള്ളൂ എന്നാണ്. ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈ ശ്രുതഃ നിയതാത്മാ മഹാവീര്യോ ധൃതിമാൻ വശീ. ഇക്ഷ്വാകുവംശപ്രഭവഃ, ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ ജനിച്ചവനായ. ഇക്ഷ്വാകുവിന്റെ വംശം പ്രഭവം. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉദ്ഭവസ്ഥാനം. ഇക്ഷ്വാകുവിന്റെ വംശം ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ഒരാളുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? രാമോ നാമ ജനൈഹി ശ്രുതഃ. രാമോ നാമ, രാമഃ എന്ന നാമത്തോടു കൂടിയവനായി ജനൈഹി ശ്രുതഃ. ജനൈഹി ശ്രുതഃ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ കേൾക്കപ്പെട്ടവൻ, നന്നായി കേൾക്കപ്പെട്ടവൻ. അതിനാണ് നമ്മൾ എന്ത് പറയാ? വിശ്രുതൻ, വിശേഷേണ ശ്രുതൻ. എവിടെ പറഞ്ഞാലും ആള് പറയും കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ പറ്റിയിട്ട്. അതാണ് ഈ വിശ്രുതൻ എന്ന വാക്കിന് അർത്ഥം. നമ്മൾ പ്രശസ്തൻ എന്ന അർത്ഥത്തിൽ പറയൂലേ, പ്രശംസിക്കപ്പെട്ടവൻ. ഇത് വിശ്രുതഃ, എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ രാമന്റെ കാര്യം ഞാൻ പറയാണ്, അദ്ദേഹം വിശ്രുതനാണ്. എല്ലാവരും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ആരും കേൾക്കാത്ത ഒന്നല്ല ഞാൻ പറയുന്ന കാര്യം. ജനൈശ്രുതഃ, അദ്ദേഹം ആരാണ്? അദ്ദേഹം നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. അദ്ദേഹം നിയതാത്മാവാണ്. എന്താണ് നിയതാത്മാവ്? നിശേഷേണ യഥമായ ആത്മാവോട് കൂടിയവൻ, ആത്മസംയമനം ചെയ്തവൻ. യഥം എന്ന് പറഞ്ഞാൽ എന്താണ്? യമനം ചെയ്തതിനെയാണ് യഥം എന്ന് പറയുക. യതികൾ എന്ന് പറയാറില്ലേ? യതികൾ, സന്യാസിമാര്. അവരുടെ പ്രത്യേകത എന്താണ്? അവര് നിയതന്മാരാണ്. അതായത് നിയതം എന്ന് പറഞ്ഞാൽ നിശ്ചിതാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്താണ് നിശ്ചിതം എന്ന് പറഞ്ഞാല്? നിശേഷേണ യഥം, പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടത്, അല്ലെ? അണ്ടർ അബ്സൊല്യൂട്ട് കൺട്രോൾ ഓൺ ഹിസ് ഓൺ സെൽഫ്. തന്റെ തന്നെ മുകളിൽ പരിപൂർണമായ നിയന്ത്രണമുള്ളവനെയാണ് എന്ന് പറയാ നിയതൻ. നിയതാത്മാ, നിയതമായ ആത്മാവോട് കൂടെ ആത്മസംയമനം ഉള്ളവനാണ് എന്നർത്ഥം. ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? അതിൽ നിന്ന് വ്യതിചലിക്കില്ല. നിയതാത്മാ മഹാവീര്യ, മഹാവീര്യനാണ്, മഹത്തായ വീര്യത്തോട് കൂടിയവൻ. മഹത്തായ വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വീര്യം എന്ന് പറഞ്ഞാൽ അചഞ്ചലമായി നിൽക്കുന്ന അവസ്ഥയാണ് ശരിക്ക് വീര്യം എന്ന് പറയുന്നത്. വീര്യമുള്ള ഔഷധം എന്നൊക്കെ പറയില്ലേ? വീര്യമുള്ള ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ എന്താണ്? രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഔഷധം മാറുകയല്ല. എന്താണ്? ഔഷധം രോഗത്തെ മാറ്റുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഔഷധത്തെയാണ് പറയുക വീര്യമുള്ള ഔഷധം എന്ന് പറയുക. അപ്പൊ നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ, ദ്യുതിയുള്ളവൻ. ദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശോഭ, നല്ല ശോഭയുള്ളവനാണ്. കണ്ടാൽ തന്നെ നല്ല എന്താണ്? ഒരു പ്രഭ, ശോഭയുള്ളവനാണ്. ധൃതിമാൻ, ധൃതിയുള്ളവനാണ്. എന്താ ധൃതിയുള്ളവൻ എന്ന് പറഞ്ഞാൽ? ഇന്നിപ്പോ ധൃതി എന്നുള്ള വാക്ക് നമ്മൾ വളരെയേറെ തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത്, അല്ലെ? ധൃതി, തിടുക്കം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ പദം പ്രയോഗിക്കുന്നത്. ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കമല്ല. ധൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യമാണ്. ഭാഗവതം വായിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഭാഗവതത്തിൽ ധൃതിക്ക് ഒരു നിർവചനം പറയുന്നുണ്ട്. തിടുക്കമല്ലാതെ ധൈര്യം. അതിനെന്താണ്? ജിഹ്വോപസ്ഥജയോ ധൃതിഹി. ഭാഗവതം പറയുന്ന ലക്ഷണം കേട്ടോ, ഞാൻ പറയുന്നതല്ല, നിർവചനം. ജിഹ്വോപസ്ഥജയോ ധൃതിഹി. ജിഹ്വ എന്താണ്? നാവ്. ഉപസ്ഥം പറഞ്ഞാൽ എന്താണ്? അത് ലൈംഗികാവയവമാണ്. അപ്പോ
നാവിനെയും ലൈംഗികതയെയും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ധൃതി, ധൈര്യം. അതാണ് ധൃതി. അപ്പൊ ധൃതി എന്ന് പറഞ്ഞാൽ എന്തല്ല, തിടുക്കമല്ല. നമ്മളെപ്പോഴും ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് ശരിയല്ല, വലിയ തെറ്റാണ്. ശരിക്ക് ധരിക്കലാണ് ധൃതി. എന്തിനാണ് ധരിക്കുക? നമ്മളെ തന്നെ ധരിച്ചു നിർത്തുക, പിടിച്ചു നിർത്തുക. നാവിനെ നിയന്ത്രിക്കുക നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നാവിനെ നിയന്ത്രിക്കുക. കാരണം നാവിന് 2 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ? ഏത് ഇന്ദ്രിയങ്ങളൊക്കെയാണ്? ഒന്ന് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇത് 5 എന്താണ്? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാണ്. അതിൽ വാക്ക് നാവിലാണ് ഇരിക്കുന്നത് അല്ലെ? പിന്നെ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, പിന്നെ എന്താണ്? ശ്രോത്രം, ത്വക്ക്, ജിഹ്വ. അപ്പൊ അതെന്താണ്? അത് ജ്ഞാനേന്ദ്രിയാണ്. ഇതിന് 2നെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അവിടെ എന്താ ചെയ്യാ? അവനോട് 2 പറയേണ്ട നാക്ക് തരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് പറയും. പറഞ്ഞാൽ എന്തായി തീർന്നു? അബദ്ധമായാൽ വലിയ സ്ഥാനമാനങ്ങൾ വരെ പോയെന്ന് വരും ഇല്ലേ? മന്ത്രി അങ്ങനെ പറഞ്ഞു, രാജിവെച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പോ എന്താണ്? വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ നാവ് എന്ന് പറയുന്നത്. പലർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ, നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പറഞ്ഞങ്ങോട്ട് പോകും അല്ലേ? പെട്ടെന്ന്, പ്രത്യേകിച്ച് വികാര വൈവശ്യം വന്നാൽ നാവുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോവും. പറയാൻ പാടില്ലാത്തതും പറയും, അപകടമായി തീരുകയും ചെയ്യും. കാരണം നമുക്ക് രണ്ട് വൊക്കാബുലറി ഉണ്ട്. 2 വൊക്കാബുലറി അറിയാമോ? ശ്രദ്ധിച്ചാൽ നിങ്ങള് 2 വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ മലയാളം ഇംഗ്ലീഷും അല്ല. നമുക്ക് 2 തരം വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി ഉണ്ട്, പാസീവ് വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ ആക്റ്റീവ് വൊക്കാബുലറി. പാസീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ടോക്കൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പദങ്ങൾ പ്രയോഗിക്കുക. അത് പാസീവ് വൊക്കാബുലറി. നമ്മളിൽ ഉണ്ട് ആ വൊക്കാബുലറി, പക്ഷെ അത് എപ്പോഴും പുറത്തേക്ക് വരിക. നമ്മൾ ശ്രദ്ധിച്ച് ഫോർമൽ ആയിട്ടുള്ള ടോക്കിലൊക്കെ നമ്മൾ പറയും. ഇതാണ് പാസീവ് വൊക്കാബുലറി. ഇപ്പൊ ആക്റ്റീവ് വൊക്കാബുലറി, ഇപ്പൊ നമ്മൾ നടന്നു പോവാണ്, കാലൊരു കല്ലിലങ്ങോട്ട് തട്ടി വേദനിച്ചു, അയ്യോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പറയുന്ന ചില വാക്കുകളുണ്ട് ചിലർ. അതെന്താണ്? ചിലപ്പോ ചീത്ത വാക്കാവും ചിലർ പറയാ അല്ലേ? അപ്പോ എന്താണ്? ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ശീലിച്ച ആള് എന്ത് പറയും? ഗുരുവായൂരപ്പ എന്ന് തന്നെ പറയുള്ളൂ. നേരെ മറിച്ച് അത് കാല് തട്ടിയ നേരത്ത് വേദന വരുമ്പോ ചീത്ത പറഞ്ഞ് ശീലിച്ച ആള് ചീത്ത പറയും. അപ്പൊ എന്താണ്? അത് ആക്റ്റീവ് വൊക്കാബുലറിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം? എല്ലാവരും ആക്റ്റീവ് വൊക്കാബുലറി നല്ലതാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതെന്താ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് എത്ര പ്രത്യേകത ചിലപ്പോൾ ചോദിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഇതിനൊരു ഉപയോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? ഇപ്പൊ മിക്കവാറും പെൺകുട്ടികൾക്കൊക്കെ പ്രസവം വരുന്ന സമയത്ത് മിക്കവാറും സിസേറിയനാണ്. ഈ സിസേറിയൻ വരുമ്പോ എന്ത് ചെയ്യും? ഓർമ്മയൊക്കെ കെടുത്തിയിട്ട് സിസേറിയൻ. അത് കഴിഞ്ഞിട്ട് ഈ ഓർമ്മ വരാൻ നേരത്ത് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് പറയുന്നത് എന്താവും? ഈ ആക്റ്റീവ് വൊക്കാബുലറി എടുത്ത് ഉപയോഗിക്കുക. അപ്പൊ ചീത്ത വാക്കുകൾ വന്നാൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ എന്താവും? ഇല്ലാണ്ടാവും. കാരണം എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല. എന്നാലും ആശുപത്രിയിലാണെങ്കിൽ പോലും എന്താണ്? ഇത് ഒരു സാധ്യതയുണ്ട്. കുട്ടികളോട് പറയണം, മക്കളെ നല്ല വാക്ക് പറഞ്ഞ് ശീലിച്ചോളൂ കേട്ടോ എന്ന് പറയണം. ആൺകുട്ടികളോട് പറയണം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ പെൺകുട്ടികൾക്ക് എതിരായിട്ടൊന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പെൺകുട്ടികളെയാണ്. അപ്പോ അത് ശ്രദ്ധിച്ചോളാം. അപ്പോ എന്താണ്? യഥമായിട്ട് ധൃതി വേണം അവിടെ. എന്ത് വേണം? ധൈര്യം. ജിഹ്വ, നാവിനെ നിയന്ത്രിക്കുക. അതുപോലെ നാവിന് പിന്നെ എന്താണെന്ന്? പിന്നെയുള്ളത് ഒന്ന് രസന, രുചിയാണ്. ആ രുചിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും പഞ്ചസാര കഴിക്കരുത് കേട്ടോ എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? മുമ്പൊക്കെ 10, 60, 70 വയസ്സാകുമ്പോഴൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നല്ല. ഇപ്പൊ 40 വയസ്സാകുമ്പോ തൊട്ട് 30 വയസ്സാകുമ്പോ തൊട്ടൊക്കെ എന്തുണ്ട്? ഷുഗർ ഉണ്ട്, നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് പായസമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ കുടിച്ചു വരും. വീട്ടിൽ നിന്ന് പഞ്ചസാരയും കഴിക്കും, ചിലപ്പോൾ ലഡു വാങ്ങി വെച്ചിട്ട് കഴിക്കുന്നവർ വരെ ഉണ്ട്. എന്താണ് കാരണം? ജിഹ്വ നിയന്ത്രണം ഇല്ല. അപ്പൊ നാവിനെ നന്നായി നിയന്ത്രിക്കാൻ പറ്റുന്ന ആള് വാക്കിനെയും രുചിഭേദങ്ങളെയും കൊതിയെയും നിയന്ത്രിക്കാൻ പറ്റുക. പിന്നെ ലൈംഗിക നിയന്ത്രിക്കാൻ പറ്റുക. ഇത് 2 നിയന്ത്രിക്കാൻ പറ്റുന്ന ആള് ധീരനാണ് എന്നാണ് ആര് പറഞ്ഞു തന്നിരിക്കുന്നത്? ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
ആ നിർവചനം ഒന്നും കൂടെ ഓർത്തിരുന്നോളൂ. ഓർക്കാത്തവരുണ്ടെങ്കിൽ എന്താണ്? ജിഹ്വോപസ്ഥജയോ ധൃതിഹി. ധൃതി എന്നാണ് ധൈര്യത്തിന് പറഞ്ഞിട്ടുള്ള വാക്ക്. ഇതന്നെ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വികാരഹേതൗ സതി വിക്രിയന്തേ യേഷാം ന ചേതാംസിതയേവ ധീരാഃ. വികാരഹേതുക്കളിൽ, വികാരങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വികാരങ്ങൾക്ക് അടിമപ്പെടാത്തവനാണ് ധീരൻ എന്ന് കാളിദാസനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഇദ്ദേഹം ആരാണെന്നാണ് പറഞ്ഞത്? രാമൻ ആരാണെന്ന് പറഞ്ഞ നിയതാത്മാ, നിശേഷേണ യതമായ ആത്മാവോടുകൂടി ഇവൻ മഹാവീര്യനാണ്, ദ്യുതിയുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്, വശിയാണ്. വശി എന്ന് പറഞ്ഞാൽ എന്താണ്? വശീ വശിനൗ വശിനഹ, വശീകരിച്ചിരിക്കുന്നവൻ. എന്തിനെ വശീകരിച്ചിരിക്കുന്നവൻ? ഇന്ദ്രിയങ്ങളെ വശീകരിച്ചിരിക്കുന്നവൻ. ഇന്ദ്രിയങ്ങൾ തന്റെ നിയന്ത്രണത്തിലാണ്, താൻ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിനല്ല. അല്ലെ? നമുക്കിപ്പോ അങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് ദൃഷ്ടി പായിക്കരുത് എന്ന് നമുക്ക് തോന്നിയാൽ എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കും അറിയാതെ. രാമൻ അങ്ങനെയല്ല. എന്താണ്? രാമനത് നിയന്ത്രണം വെച്ചാൽ നിയന്ത്രണം തന്നെയാണ്. അല്ലേ? നിയന്ത്രണത്തിൽ അതിന് യാതൊരു സംശയവും ഇല്ല. വളരെ സുന്ദരിയായിട്ടുള്ള ശൂർപ്പണഖ തന്റെ അടുത്ത് വന്നിട്ട്, ശൂർപ്പണഖ രാക്ഷസിയാണ് നമുക്കറിയാം, പക്ഷെ രാമന്റെ അടുത്ത് വന്ന് അതീവ സുന്ദരിയായിട്ടാണ്, അത്രയും വലിയ സുന്ദരിയായിട്ട് രാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് പോലും രാമന്റെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. അല്ലേ? ലക്ഷ്മണന്റെ അടുത്ത് വേണമെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നമുക്ക് ആലോചിക്കാം. ഇവിടെ വരുമ്പോ അത് നമുക്ക് അവിടെ വരുമ്പോ കാണാൻ പറ്റും. അത് ലക്ഷ്മണന്റെ അടുത്തേക്ക് ശൂർപ്പണഖയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ തട്ടി കളിച്ചു എന്ന് പറഞ്ഞിട്ട് രാമനെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. അത് എന്താണ്? ധാർമ്മികത ഇല്ലാഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലക്ഷ്മണന്റെ അടുത്തേക്ക് അയക്കാം വെച്ചാൽ പിന്നെ എന്തുകൊണ്ട് രാമനായിക്കോളാന്ന് ചോദിച്ചാൽ അതിന് വലിയ ഒരു ദർശനം ഉണ്ട്. അത് നിയമമാണ്, ധർമ്മ നിയമമാണ്, നമുക്ക് പറയാം. പിന്നീട് നമുക്കവിടെ വരുമ്പോഴേ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ജിജ്ഞാസ നശിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശി ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ഛത്രനിബർഹണഃ വിപുരാംസോ മഹാബാഹോ കമ്പുഗ്രീവോ മഹാഹനുഹു. ബുദ്ധിമാൻ, അറിയാം, നല്ല ബുദ്ധിയുള്ള ആള്. നമുക്കൊക്കെ ബുദ്ധിയില്ലേ? നമ്മളെ ബുദ്ധിമാൻ എന്ന് പറയുന്നില്ല. അപ്പോ എടുത്ത് പറയത്തക്ക വിധത്തിൽ ബുദ്ധിയുള്ള ആളെയാണ് എന്ത് പറയാ? ബുദ്ധിമാൻ എന്ന് പറയാ. അല്ലേ? നമ്മൾ പറയാറില്ലേ കുട്ടികളോട്, മോനെ മാങ്ങ വാങ്ങുമ്പോ നല്ല പുളിയുള്ള മാങ്ങ വാങ്ങിക്കോളൂ കേട്ടോ എന്ന് പറയും. അവ മാങ്ങ വാങ്ങിക്കൊണ്ടുവരും. മാങ്ങ പുളി ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഒന്ന് കടിച്ചു നോക്കിയാൽ ഒരു ചെറിയ പുളിയുണ്ട്. അതിനെ നമ്മൾ പുളിമാങ്ങ എന്ന് പറയില്ല. പുളിമാങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി കടിച്ചാല് എന്ത് ചെയ്യണം? കാർത്തിയാനമ്മയുടെ തല കുറയണം. ആ വിധത്തിലുള്ള പുളിയാണ് നമ്മൾ എന്ത് പറയുക? പുളിയുള്ള മാങ്ങ എന്ന് പറയാം. അതുപോലെ ബുദ്ധിമാൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നല്ല ബുദ്ധി ഉള്ള ആളായിരിക്കണം. നല്ല സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഉള്ള ആള്. കൂർമ്മബുദ്ധി അല്ല, കൂർമ്മബുദ്ധി ആവാൻ പാടില്ല. കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമയാണ്, കൂർമ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആമയുടെ ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പോ കൂർമ്മബുദ്ധി നമ്മൾ എപ്പോഴും പറയാറുണ്ട് നല്ല കൂർമ്മ ബുദ്ധിയാ എന്ന് പറയാറുണ്ട്. കൂർമ്മബുദ്ധി എന്ന് പറഞ്ഞാൽ കൂർമ്മ എന്നുള്ള പദം സംസ്കൃതമാണ്, ആമയാണ്, കമഠം, കച്ചപം എന്നൊക്കെ പറയും. അപ്പോ ആമയുടെ ബുദ്ധിയല്ല ഉള്ളത്. ആ മാത്ര ബുദ്ധിയുള്ള ജീവിയായിട്ട് പ്രശസ്തിയൊന്നും ഇല്ല, അല്ലേ? അപ്പൊ തീക്ഷണ ബുദ്ധി എന്ന് അഥവാ നിശിത ബുദ്ധി എന്നൊക്കെയാണ് പറയേണ്ടത്, കൂർമ്മ ബുദ്ധി എന്ന് അല്ല. അപ്പൊ തന്നെ നമ്മൾ പല പദങ്ങളും മലയാളത്തിൽ ഇങ്ങനെ തെറ്റിച്ച് പറയണം നമ്മൾ പറഞ്ഞു, അല്ലെ? കൂർമ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ മലയാളികൾ അങ്ങനെ കേട്ട് നമുക്ക് പരിചയമായിട്ടുണ്ട്. മലയാളി അല്ലാത്ത ഒരാൾ കൂർമ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഹേയ് എന്താ അങ്ങ് പറയുന്നത്, ആമയ്ക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന് അവര് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പ്രയോഗം മാറ്റുക, നിശിത ബുദ്ധി, തീക്ഷ്ണ ബുദ്ധി എന്നൊക്കെ പറയുക. അപ്പൊ നിശിതമായ ബുദ്ധിയോട് കൂടിയവനാണ് നീതിമാൻ. ബുദ്ധിമാൻ, നീതിമാൻ. നീതിമാൻ എന്താണ്? നല്ല നീതി ഉള്ള ആള്, നന്നായിട്ട് നീതി ഉള്ള ആളാണ്. വാഗ്മി. വാഗ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? മിതവും സാരവുമായിട്ട് സംസാരിക്കുന്നതിനെയാണ് വാഗ്മിത്വം എന്ന് പറയാ. മിതമായിട്ട് സംസാരിക്കുക, സാരമുള്ള സംസാരം സംസാരിക്കുക, അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുക? വാഗ്മി എന്ന് പറയുക. മിതം ച സാരം ച വചോഹി വാഗ്മിത, അതാണ് വാഗ്മിത. അല്ലാത്ത ആളെന്താ പറയാ? വാചാലൻ എന്നാണ് പറയുക. ധാരാളമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോ വാഗ്മിക്ക് വേണ്ട ഗുണം മിതമായിട്ട് പറയാ, അത് സാരമായിട്ട് മാത്രം
പറയുക. എന്നെ പോലെ സംസാരിക്കുന്ന ആളെ വാഗ്മി എന്ന് പറയില്ല. അപ്പോ എന്താണ് വാഗ്മി? വാഗ്മിയാണ് ആര്? രാമൻ. മിതമായിട്ട് രാമൻ സംസാരിക്കുള്ളൂ. പിന്നെ ശ്രീമാൻ ശത്രുനിബർഹണ. ശ്രീമാൻ, ശ്രീമാനാണ്, ശ്രീത്വമുള്ളവനാണ്. ശത്രുനിബർഹണ, ശത്രുക്കളെ നിബർഹണം ചെയ്യുന്നവൻ. നിബർഹണം ചെയ്യാന്ന് പറഞ്ഞാല് നശിപ്പിക്കുക, വധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ശത്രുക്കളെ നിബർഹണം ചെയ്യുന്നവൻ, ശത്രുക്കളെ ക്ഷണനം ചെയ്യുന്നവൻ. ക്ഷണനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വധം എന്നാണ് ക്ഷണനം. നമ്മൾ സാധാരണ പറയാറുണ്ട്, എനിക്ക് ക്ഷണനം ഉണ്ട് കേട്ടോ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ വധമുണ്ട് എന്നാണ് അർത്ഥം. നോൺ വെജിറ്റേറിയൻ കല്യാണമാണെങ്കിലേ വധം, കല്യാണം, മൃഗങ്ങളെ കൊല്ലാനായിട്ട് പോണം എന്ന അർത്ഥമായിരിക്കാം ചിലപ്പോൾ അതിൽ വരുന്ന. അങ്ങനെയാണ് ക്ഷണനം എന്നുള്ള പദം അമരകോശത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. വധത്തിന് പര്യായമായിട്ട് പറഞ്ഞിട്ടതാണ് ഈ ക്ഷണനം എന്നുള്ള വാക്ക്. ക്ഷണിക്കുക എന്നുള്ള എന്ത് പറഞ്ഞാൽ മതി? ക്ഷണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടുള്ള അതിന്റെ കൂട്ടത്തിലുള്ള ഒരു വാക്കാണ് നിബർഹണം. കൊല്ലൽ, വധം, നിബർഹണം, ക്ഷണനം, ഇതൊക്കെ അതിൽ പെട്ടിട്ടുള്ളതാണ്. ഹത്യ എന്നുള്ള പദങ്ങളൊക്കെ. അപ്പൊ ശത്രു നിബർഹണനാണ്, ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനാണ്. തന്റെ ശത്രുവല്ല, രാജ്യത്തിന്റെ ശത്രുക്കളെ. തന്റെ ശത്രു എന്നുള്ളതല്ല അവർ, അല്ലെങ്കിൽ ലോകത്തിന്റെ ശത്രുക്കളായിട്ടുള്ളവരെ നിഗ്രഹിക്കുന്ന ആളാണ്. രാജാവല്ലേ, ക്ഷതങ്ങളിൽ നിന്ന് ത്രാണം ചെയ്യേണ്ടവനാണ്. അതുകൊണ്ടാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ക്ഷതാത് ത്രായതേ ഇത് ക്ഷത്രിയ. ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന, രാജ്യത്തെ രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശത്രു നിബർഹണ, ശത്രു നിബർഹണനും ആണ് അദ്ദേഹം. അപ്പോ നിയത എന്താണ്? ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രു നിബർഹണ. ശ്രീമാൻ ശത്രു എന്നുള്ളത് ശ്രീമാൻ ശത്രു, ശകാരം ആദേശം പറഞ്ഞാൽ നമ്മൾ വിദ്യുത്ത് ശക്തി, വിദ്യുത് ശക്തി എന്ന് പറയുന്നത് പോലെയാണ്. നഗാരം എന്തിൽപ്പെട്ടതാണ്? തവർഗത്തിലേതാണ് അല്ലെ? അതിനോട് ചേർന്നിട്ട് ഷ വരുമ്പോ ഭാഗ്യമായിട്ട് അവിടെ ഛ എന്ന് ആദേശം വരും. അപ്പോ ശ്രീമാൻ ശത്രു നിബർഹണ, നഗാരം ഞ എന്നായി മാറിയതാണ് അവിടെ. ശ്രീമാനും ശത്രു നിബർഹണനുമാണ്. പിന്നെയോ വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനുഹു. വിപുലാംസഹ, വിപുലമായ അംസത്തോട് കൂടിയ. അംസം എന്ന് പറഞ്ഞാല് തോളാണ് ഈ സ്കന്ധം എന്ന് പറയുന്നത്. നല്ല വിപുലമായിട്ടുള്ള എന്താണ്? തോളോട് കൂടിയവൻ. അത് എന്തിന്റെ ലക്ഷണമാണ്? ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്, ബലവാന്റെ ലക്ഷണമാണ്. നല്ല വിപുലമായിട്ടുള്ള നല്ല സ്കന്ധത്തോട് കൂടിയവൻ. വിപുലാംസഹ മഹാബാഹു. മഹാബാഹു ദീർഘബാഹു, മഹത്തായ ബാഹുക്കളോട് കൂടിയ, വലിയ കൈകളുള്ളവൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് ആജാനുബാഹു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ആജാനുബാഹു എന്ന് പറഞ്ഞാല്? ജാനു പര്യന്തം. ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടിനെയാണ് ജാനു എന്ന് പറയാം. അല്ലാണ്ട് നമ്മുടെ ജാനകിയെ അല്ല. ജാനുവോളം കാൽമുട്ട് വരേക്ക് എത്തുന്ന ദീർഘബാഹുക്കളുള്ളവരെയാണ് എന്ത് പറയാ? ആജാനുബാഹു എന്ന് പറയാം. നമ്മൾ ആൾ നല്ല പൊക്കളുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട് ആൾ ഒരു ആജാനുബാഹുവാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ കൈ അവിടം വരെ ഉണ്ടാവാറുള്ളൂ, കൈ അങ്ങനെ മുട്ടുവരേക്കൊന്നും എത്താറില്ല. അപ്പൊ ആജാനുബാഹു എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? ജാനുപര്യന്തം, കാൽമുട്ട് വരേക്ക് എത്തുന്ന ദീർഘമായിട്ടുള്ള ബാഹുവോട് കൂടിയവൻ എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മളത് ആ പദം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആജാനുബാഹു പൊക്കമുള്ള ആളല്ല, കൈക്ക് നീളമാണ്. സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് മുട്ടുവരെ എത്തുന്ന കൈയുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്വത്തിന്റെ ലക്ഷണം. അപ്പൊ അതുകൊണ്ട് ആജാനുബാഹുവാണ് രാമൻ. പിന്നെ ആരാണ്? ആജാനുബാഹു. ആജാനുബാഹുവാണ്, മഹാബാഹുവാണ്. കമ്പുഗ്രീവഹ, കമ്പു പോലെയുള്ള കഴുത്ത്. ഗ്രീവ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ഠം, കന്ധരം എന്നൊക്കെ പറയും അല്ലേ? കണ്ഠം, കന്ധരം എന്ന് പറയില്ലേ? കം എന്ന് പറഞ്ഞാൽ ശിരസ. ശിരസിനെ ധരിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നത് കന്ധരം എന്ന് ഗ്രീവയെ പറയുന്ന, കഴുത്തിന് പറയുന്നത്. രാവണനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ദശകന്ധരഹ, 10 കഴുത്തുകളുള്ള ആള്. ദശകന്ധരഹ, ദശാസ്യം എന്നും പറയും, ദശകന്ധരൻ എന്നും. അപ്പൊ ഇവിടെ എന്താണ്? കമ്പു പോലെയുള്ള ഗ്രീവയോട് കൂടിയവൻ. കമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? ശംഖ്. ശംഖ്, നല്ല വലംപിരി ശംഖ് പോലെയുള്ള കഴുത്ത് ഉള്ള ആൾ എന്നാണ് കമ്പുഗ്രീവഹ എന്ന് പറയുന്ന പദത്തിന്
അർത്ഥം. രാമന്റെ കഴുത്ത് എങ്ങനെയാണ്? വലംബിരി ശംഖ് പോലെയാണ് രാമന്റെ കഴുത്ത്. അതുകൊണ്ടാണ് കമ്പുഗ്രീവഹ എന്ന് പറഞ്ഞത്. കമ്പുഗ്രീവോ മഹാഹനുഹു, മഹത്തായ ഹനുവോട് കൂടിയവൻ. ഹനു എന്ന് പറഞ്ഞാൽ എന്താണ്? താടിയല്. താടിയല് നല്ല ബലിഷ്ഠമാണ്, നല്ല ഉറപ്പുള്ളതാണ്. അപ്പോ ഹനു, നല്ല ഹനു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ബലത്തിന്റെ ലക്ഷണമാണ്. നല്ല കഴുത്ത്, നല്ല പിന്നെന്താണ്? താടി. ഹനുമാൻ, ഹനുമാൻ ആരാണ്? ഹനുമാൻ നല്ല ബലവാനാണ് അല്ലേ? ബലവാനാണ്. ഹനുമാന്റെ ശരീരം എങ്ങനെയാണ്? വജ്രം പോലെയുള്ള ശരീരമാണ്, വജ്രം കൊണ്ടുള്ള ശരീരം. അതുകൊണ്ടാണ് ഹനുമാൻ എന്താണെന്ന്? വജ്രാംഗൻ. ഹനുമാനെ പറഞ്ഞു വജ്രാംഗൻ, വജ്രം പോലെയുള്ള അംഗത്തോടു കൂടിയവൻ. ഹനുമാന്റെ ഭക്തന്മാരാണ് ബജ്രംഗ്ദൾ, വജ്രാംഗദളം ആണ്. വജ്രാംഗന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിനാണ് ഇത് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞ ബജ്രംഗ്ദളായതാണ്. അതെന്താണ്? വജ്രാംഗ ദളമാണ്. വജ്രാംഗൻ നല്ല ബലിഷ്ഠമായിട്ടുള്ള ശരീരമുള്ള ആളെന്നർത്ഥം. അപ്പൊ മഹാഹനുവാണ്, നല്ല ഹനു ഉള്ള ആള്. അപ്പൊ കൈ, പിന്നെ തോട്, പിന്നെ എന്താണ്? നല്ല ഹനു. മഹാഹനുഹു മഹോരസ്കഹ, മഹത്തായ ഉരസോട് കൂടിയവൻ. ഉരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറിടം. നല്ല വിശാല വക്ഷാഹ, വിശാല വക്ഷസ, വിശാലമായിട്ടുള്ള വക്ഷസോട് കൂടിയവൻ, നല്ല വിരിഞ്ഞ മാറിടത്തോട് കൂടിയവൻ എന്നർത്ഥം. പണ്ടാരോ കഥകളി മറ്റേ ഈ കഥാപ്രസംഗകാരൻ പറഞ്ഞ പോലെ ഒരു മറ നെല്ല് നെഞ്ചത്തങ്ങട് ചിക്കിയിട്ടാൽ ഒരു മണിയിൽ തൊടില്ല, അത്രയ്ക്ക് വിശാലമായ വക്ഷസാണെന്നാണ്. ഇരിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും വിശാലമായ നെല്ലിക്കാരനും പോണ കേട്ടോ. അപ്പോ എന്താണ് അത് ആര് പറഞ്ഞാണ്? അത് പണ്ട് കഥാപ്രസംഗക്കാരൻ പറഞ്ഞതാ. അപ്പൊ വിശാലമായിട്ടുള്ള മാറിടത്തോട് കൂടിയവൻ. വിപുലാംസഹ, എന്താണ്? മഹോരസ്കോ മഹേശ്വാസഹ, മഹത്തായ ഇശ്വാസത്തോട് കൂടിയവൻ. ഇശ്വാസഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമല്ല, ഇഷു. ഇഷു, ഇഷു എന്താണ്? ബാണം. ഇഷുവിന്റെ ആസഹ, ഇഷ്വാസഹ എന്ന് പറഞ്ഞാൽ ബാണം എന്തിൽ എന്താണ് വെക്കുന്നുവോ അതാണ് ഇശ്വാസം. ബാണം എന്തിനാ സൂക്ഷിക്കുക? ആവനാഴിയില്, തൂണീരത്തില്. തൂണീരം, ആവനാഴി. ആവനാഴിയുടെ വേറെ പര്യായമാണ് എന്ത്? ഇശ്വാസഹ എന്ന് പറയുന്നത്. മഹത്തായ ഇശ്വാസത്തോട് കൂടിയവൻ, അതായത് ആവനാഴിയോട് കൂടിയവൻ എന്നർത്ഥം. അഥവാ വിഷുവിനെ എവിടെ വെച്ചാണ് തൊടുക്കുക? ധനുസിൽ വെച്ചിട്ട് അല്ലേ? അപ്പൊ മഹേശ്വാസാണെന്നല്ല എന്തും കൂടെ അർത്ഥം പറയാം. വേണമെന്നുണ്ടെങ്കിൽ മഹത്തായ ധനുസ്സോട്, വില്ലോട് കൂടിയവൻ, നല്ല വില്ലുള്ളവൻ, അല്ലെങ്കിൽ നല്ല എന്താണ് നിഷംഗത്തോട്, തൂണീരത്തോട് കൂടിയവൻ എന്ന് അർത്ഥം. അപ്പൊ നല്ല, അതിന്റെ അർത്ഥം എന്താണ്? നല്ല ധനുർധരനാണ്, ശ്രേഷ്ഠനായ വില്ലാളി വീരനാണ് എന്നാണ് അതിന്റെ അർത്ഥം. മഹോരസ്കോ മഹേശ്വാസഹ ഗൂഢജത്രുരരിന്ദമഹ, ഗൂഢജത്രുവാണ്, ഗൂഢമായ ജത്രുവോട് കൂടിയവനാണ്. ജത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തോളലാണ്, ഈ കോളർ ബോണില്, ഇതിനെയാണ് ജത്രു എന്ന് പറയാ. ഇത് ഗൂഢമായിരിക്കുന്നവനാണ്, മൂടപ്പെട്ടിരിക്കുന്നത്. ആരെ നമ്മൾ നോക്കിയാലും, മാംസളമായ ശരീരത്തോട് കൂടിയവനായിട്ടുള്ള ആളെ നോക്കിയാലും ഇവിടെ എന്ത് കാണാം? ഇത് തെളിഞ്ഞാണ് അല്ലേ? പക്ഷെ അത് രാമന്റെ ഈ തോളല് എങ്ങനെയാണ്? പൂണല് എന്ന് പറയാം. പൂണല് അതെങ്ങനെയുള്ളതാണ്? അത് മൂടപ്പെട്ട് ഗൂഢമായി ഇരിക്കുന്നവനാണ്. അത് എന്ത് ലക്ഷണമാണ്? മഹത്വത്തിന്റെ ബലിഷ്ഠതയുടെ ലക്ഷണമാണ് അതൊക്കെ. ഗൂഢജത്രുഹു അരിന്ദമഹ, അരിന്ദമൻ. അരി ശത്രു, അരിം അരിയെ, ശത്രുവിനെ ദമനം ചെയ്യുന്നത്. ദമനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അമർത്തിക്കളയുക എന്നാണ് ദമനം ചെയ്യുക. ദമയന്തി, നായികയുടെ പേര് കേട്ടില്ലേ? ദമയന്തി, നടനും ദമയന്തിയും. ദമയന്തിക്ക് എന്തുകൊണ്ടാണ് ദമയന്തിയുടെ അച്ഛനായിട്ടുള്ള, ദമയന്തിയുടെ അച്ഛന്റെ പേരെന്താ? ഭീമൻ, ഭീമ മഹാരാജാവ്. നമ്മുടെ മൃഗോദരൻ ഭീമൻ അല്ല കേട്ടോ, വേറെ എന്താണ്? ഭീമ മഹാരാജാവ്. അപ്പോ ആ ഭീമ മഹാരാജാവ് ദമയന്തിക്ക് എന്തുകൊണ്ടാണ് ദമയന്തി എന്ന് പേര് കൊടുത്തത്? ദമനം ചെയ്യുന്നവൾ, മറ്റ് സുന്ദരിമാർക്ക് അവർ സുന്ദരിമാരാണ് എന്നുള്ള ആ ഭാവത്തെ അമർച്ച ചെയ്യുന്നവൾ എന്നർത്ഥം. ദമയന്തിയെ കാണുമ്പോൾ സുന്ദരിമാര് വിചാരിക്കും ഞാൻ ഇത്തിരി കാണാൻ കേമം തന്നെയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ, സുന്ദരിമാര് ദമയന്തിയെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? ഓ, ഇതിന്റെ മുമ്പിൽ നമ്മളൊന്നും
അല്ലാതെ തോന്നിപ്പോകും. അങ്ങനെ സൗന്ദര്യമതത്തെ ദമനം ചെയ്യുന്നതുകൊണ്ടാണ് ദമയന്തി എന്ന് പേര് ഇട്ടത്. അത് ഭീമമഹാരാജാവിന് അറിയാം ഇത് നല്ല സുന്ദരിയാണ് എന്നത്. അപ്പോ അരിംദമഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരികളെ ദമനം ചെയ്യുന്നവൻ, ശത്രുക്കളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും രാമൻ. അപ്പൊ അങ്ങനെയുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇക്ഷ്വാകു വംശ പ്രഭവൻ ആയിട്ടുള്ള രാമന് ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? വിപുലാംസോ മഹാബാഹു, കമ്പുഗ്രീവോ മഹാഹനുഹു, മഹോരസ്കോ മഹേശ്വാസോ, ഗൂഢജത്വരരിന്ദമഹ, ആജാനുബാഹു സുശിരാഹ. ആജാനുബാഹുവാണ് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ, ദീർഘബാഹു, ആജാനുപര്യന്തം എത്തുന്ന ബാഹുക്കളോട് കൂടിയവനാണ്. സുശിരാഹ, ശോഭനമായ ശിരസോട് കൂടിയവൻ, നല്ല ശിരസുള്ളവൻ. സുശിരാഹ, സുശിരസൗ, സുശിരസഹ എന്നാണ് പറയാ രൂപങ്ങള്. നല്ല ശിരസുള്ള. സുലലാടഹ, നല്ല ലലാടമുള്ളവൻ, നല്ല നെറ്റി ഉള്ളവൻ, വിശാലമായ നെറ്റിയോട് കൂടിയവൻ. നെറ്റിയും എങ്ങനെ ഇരിക്കണം? നല്ല വിശാലമായിട്ടിരിക്കണം. വിശാലമായ അല്ലേ, ഫാലം അല്ലെ നെറ്റി. നെറ്റി എന്താണ്? വിശാലമായ നെറ്റി ഉള്ളതാണ്. നെറ്റിയുടെ വിശാലതയും എന്താണ്? നെറ്റിയുടെ വിശാലതയും മഹത്വത്തിന്റെ ലക്ഷണമാണ്, നല്ല മനുഷ്യരുടെ ലക്ഷണമാണിത്. സുവിക്രമഹ, ശോഭനമായ വിക്രമത്തോട് കൂടിയ, നല്ല പരാക്രമത്തോട് കൂടിയ, നല്ല പരാക്രമത്തോട് കൂടിയ അല്ലെ. പരാക്രമം എങ്ങനെ വെറുതെ പരാക്രമം കാണിക്കല്ല, എല്ലായിടത്തും പോയി പരാക്രമം കാണിക്കല്ല. നല്ലതിടത്ത് മാത്രമേ. പരാക്രമശാലികൾ എപ്പോഴും എങ്ങനെയാണ്? അതിന്റെ പാത്രത്വമുള്ള പരാക്രമശാലികൾ. അവരെങ്ങനെയാണ്? അവരത് ശോഭനമായ പരാക്രമമാണ് അവർക്ക്. തോന്നിയടത്തൊക്കെ കാണില്ല. തോന്നിയടത്തൊക്കെ അത് പ്രദർശിപ്പിക്കാൻ പോയാൽ എന്താവും? പാത്രത്വമില്ല എന്ന് പറയും അല്ലേ. നമ്മുടെ ഏകലവ്യനെ പോലെ. ഏകലവ്യൻ ഏകലവ്യൻ, ലവനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ നിർത്തും. ആരാ ഏകലവ്യൻ? ഒരൊറ്റ ലക്ഷ്യത്തെ ലവനം ചെയ്യുന്നവൻ, ഭേദിക്കുന്നവൻ. നമ്മുടെ അർജുനനെ പോലെയാ അല്ലേ. അർജുനൻ ആരാണ്? ഒറ്റ ലക്ഷ്യം അല്ലേ. ദ്രോണാചാര്യൻ ചോദിച്ചില്ലേ അർജുനനോട്, അർജുന നീ അവിടേക്ക് നോക്കുമ്പോ എന്താ കാണുന്നത്? ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. ഏകലവ്യൻ, ലവനം ചെയ്യേണ്ട ഒറ്റ ലക്ഷ്യത്തെ കാണുന്നു. അതുപോലെ തന്നെ ഏകലവ്യനും. പക്ഷെ ഏകലവ്യൻ എന്തുണ്ടായി? പറ്റിയ കുഴപ്പം എന്താണ്? പാത്രത്വമില്ല. ധനുർവിദ്യ നന്നായി അഭ്യസിച്ചു, പാത്രത്വമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? പാടില്ലാത്തടത്ത് പ്രയോഗിച്ചു. പട്ടി കുരയ്ക്കുക പട്ടിയുടെ ധർമ്മമാണ് അല്ലേ. കുറച്ച പട്ടിയുടെ വായിലേക്ക് 7 അമ്പ് പ്രയോഗിച്ച ആൾ ശ്രേഷ്ഠ ധനുർധരനായിരിക്കാൻ പാടില്ല. കാരണം എന്താണ്? പാത്രത്വമില്ല. എവിടെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കും. ഛേദിക്കാൻ എന്റെ വരില്ല എന്ന് പറഞ്ഞു ദ്രോണാചാര്യ അല്ലേ. കൊണ്ടു നടക്കാൻ പാത്രത്വമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ സൂത്രത്തിൽ അർജുനനെ ധനുർധരനാക്കാനാണെന്ന് വിചാരിച്ചു നടക്കുന്ന നമ്മളുണ്ട്. അത് നമ്മുടെ ചെറിയ നാഴി കൊണ്ട് വലിയവനായ ദ്രോണരെ അളക്കാൻ പോയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ദ്രോണരെ പോലെയുള്ള മഹാത്മാക്കളെ അളക്കണമെങ്കിൽ അതിനനുസരിച്ച് വലിയ നാഴികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കട്ടെ. അപ്പോ ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? ശരിയായിട്ടുള്ള പാത്രത്വത്തോടു കൂടിയ എന്താണ് വീര്യം ഉള്ള ആളാണ് അദ്ദേഹം എന്നർത്ഥം. അപ്പോ ഇവിടെയാണ് ആജാനുബാഹു സുശിരാഹ സുലലാട സുവിക്രമ, ശരിയായ വിക്രമത്തോട് കൂടിയവൻ ആണ് എന്നർത്ഥം. ഇനി സമവിഭക്താംഗ സ്നിഗ്ധവർണ്ണ പ്രതാപവാൻ, സമവും സമനാണ്. സമഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്തിന്റെ വിപരീതം എന്താണ്? വിസമം. ആ വിസമമാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷമം എന്ന് പറയുന്നത്. സമത്വമാണ്, സമഭാവനയുള്ളവനാണ്, എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള കഴിവുള്ളവരാണ്. സമവിഭക്ത അംഗനുമാണ്, സമമായി വിഭക്തമായ അംഗങ്ങളോട് കൂടിയവനാണ്. അംഗങ്ങളെല്ലാം നോക്കിയാൽ സിമ്മട്രിക്കൽ നമ്മൾ പറയാറില്ലേ, പ്രൊപ്പോർഷനേറ്റ് ആണ് അവയവങ്ങൾ. അപ്പൊ എന്താണ്? സമമായി വിഭക്തമായ അംഗങ്ങളോട് കൂടിയവൻ. ഓരോ അവയവം എടുത്താലും ശിരസ് നോക്കിയാൽ ആ ശിരസിനനുസരിച്ചിട്ടതായ കണ്ണ്, അതിനനുസരിച്ചുള്ള നെറ്റി, അതിനനുസരിച്ച മൂക്ക്, ഏത് അവയവം എടുത്തു നോക്കിയാലും അതെന്താണ്? അത് വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആളെയാണ് സമവിഭക്ത അംഗ എന്ന് പറയുന്നത്. സമമായി വിഭക്തമായ വിഭജിക്കപ്പെട്ട അംഗങ്ങളോട് കൂടിയവനാണ് എന്നർത്ഥം. സമവിഭക്താംഗ
സ്നിഗ്ധവർണ്ണ പ്രതാപവാൻ, സ്നിഗ്ധമായ വർണ്ണത്തോട് കൂടിയവൻ. അല്ലേ? രാമൻ ആരാണ്? ശ്യാമവർണ്ണനാണ് അല്ലേ? നീല വർണ്ണത്തോട് കൂടിയവനാണ് രാമൻ അല്ലേ? അതിനെക്കുറിച്ച് ചില കവികളൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ട്. രാമൻ സീതയും കൂടെ കാട്ടിലേക്ക് പോകുന്ന സമയത്തെ പതികവധൂഭി സാദരം പൃച്യമാന കുവലയദള നീല കോയമാര്യേ തവേദി സ്മിത വികസിത ഗണ്ഡം പ്രേമഗർഭാഭിരാമം മുഖമവതമയന്തി സ്പഷ്ടമാചഷ്ടകാന്തം. ഈ രാമനും സീതയും കൂടി ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്തെ വഴിക്ക് പതിക വധുക്കള്, ഇങ്ങനെ സ്ത്രീകള് കാണുന്ന ദൂരെ പോകുന്നു. അവർ മെല്ലെ ഓരോരുത്തരും സീതയോട് ചോദിച്ചു, സീതയെ, ആരാണ് ഈ കരിങ്കൂവളത്തിന്റെ നിറത്തില് ഒരാള് നിന്റെ കൂടെ വരണത്? ഇത് ആരാണ് സീതയോട്? എല്ലാവർക്കും അറിയാം. എന്നാലും സീതയെ ഒന്ന് കളിയാക്കാനായിട്ട് ചോദിക്കുക, ആരാ സീത ഈ കരിങ്കൂവളത്തിന്റെ നിറത്തോട് കൂടിയിട്ട് ഒരാൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് അല്ലേ? കുവലയതോടെ നീലഹ കഹ അയം ആര്യേ തവ ഇതി. അത് ആര്? നിന്റെ ആരാ ഇത്? വെറുതെ ഏതെങ്കിലും പൂവാലന്മാര് പിന്നാലെ കൂടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു. സീത എന്താണ് ചെയ്തത്? സ്മിത വികസിത ഗണ്ഡം പ്രേമഗർഭാഭിരാമം. സ്മിതം കൊണ്ട്, പുഞ്ചിരി കൊണ്ട് അവളുടെ മുഖം ഇങ്ങനെ വികസിച്ചു. സ്മിത പ്രേമഗർഭാഭിരാമം. വെറും വികാസം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അതിൻ്റെ ഉള്ളിൽ വലിയതായ പ്രേമവും ഉണ്ട്. അപ്പൊ പ്രേമം ഒളിച്ചിരിക്കുന്ന ആ സ്മിതത്തോടു കൂടിയ ഗണ്ഡം, വികസിച്ച ഗണ്ഡത്തോടുകൂടി എന്താണ്? വികസിത ഗണ്ഡം പ്രേമഗർഭാഭിരാം മുഖം അവനമയന്തി. അങ്ങനെയുള്ള മുഖത്തെ എന്ത് ചെയ്തു? മുഖം കുനിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഇത് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ന ആളാന്നും പറഞ്ഞില്ല. മുഖം അവനമയന്തി സ്പഷ്ടമാചഷ്ടകാന്തം, നമ്മുടെ ആള് തന്നെ എന്ന് സ്പഷ്ടമാക്കി എന്നാണ്. ആ മുഖം കുനിക്കലിൽ എല്ലാവർക്കും മനസ്സിലായി എന്ത്? ഇത് ആരാണ്? നമ്മളെ വെളിയഴിച്ച ആള് തന്നെ എന്നുള്ളത് സ്പഷ്ടമാക്കി എന്നാണ്. അപ്പോ ഈ കുവലയ ദളനീലനാണ് ആര്? ഈ രാമൻ അല്ലെ? കരിങ്കൂവള പൂവിന്റെ നിറം പോലെയാണ്. പക്ഷെ ആ വർണ്ണം എങ്ങനെയാണ്? സ്നിഗ്ധം. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? മസൃണം അല്ലെ? മസൃണമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിക്കണപ്രായം എന്നൊക്കെ പറയും. മസൃണം, സ്നിഗ്ധതയുള്ളത്. അത് അറിയണമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഈ മുടിയിൽ ഇത്തിരി അധികം എണ്ണ തേക്കുക. അപ്പൊ ആ മുടി ഇങ്ങനെ ഒട്ടിയിരിക്കും. എണ്ണയ്ക്ക് എന്താ പറയാ? സ്നേഹം അല്ലേ? എണ്ണ എന്ന് പറഞ്ഞാല് സ്നേഹമല്ലേ? അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണ എന്നർത്ഥമില്ലേ? സ്നേഹത്തിന് എണ്ണ എന്നർത്ഥമുണ്ട് അല്ലേ? അതാണ് പണ്ടൊരു ഡോക്ടർ പറഞ്ഞു, എന്താണ്? ഒരുപാട് അപഖ്യാതികൾ കേട്ട ഒരു സ്നേഹനിധിയാണ് തേങ്ങ എന്ന് പറഞ്ഞു. ഒരു കാലത്തെ തേങ്ങ എന്ന് പറഞ്ഞാൽ അതിന് കൊളസ്ട്രോൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് വല്ലാണ്ട് അതിനെ വില കുറച്ച് കാണിച്ചു. അങ്ങനെയല്ല, അങ്ങനെ അപകടമൊന്നും ഇല്ലാത്തതാണത്. അപ്പൊ അതാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു കാലത്ത് വളരെയധികം അപഖ്യാതികൾ കേട്ട ഒരു സ്നേഹനിധിയാണ് തേങ്ങ എന്ന് പറഞ്ഞു. സ്നേഹനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണയുടെ ഇരിപ്പിടം ആണെന്നുണ്ട്. അപ്പോ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ ചൂർണ ആദികളെ പിണ്ടീഭാവം വരുത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് സ്നേഹം. അപ്പൊ നമ്മൾ സ്നേഹം എന്ന് നമ്മുടെ ഒരു വികാരത്തെ പറയാറുണ്ട് അല്ലേ? സ്നേഹം, ആ സ്നേഹത്തിന്റെ ഗുണം തന്നെയാണ് അവിടെ പറയുന്നത്. എണ്ണ കുഴക്കുക. അപ്പൊ നമ്മൾ കുറച്ച് എന്താണ് പൊടിയെടുക്കുക ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, അതിൽ കുറച്ച് എണ്ണ ചേർത്താൽ എന്താവും? ഒരു സ്നിഗ്ധഭാവം ഉണ്ടാവും, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു യോജിപ്പ് ഉണ്ടാവും. ഇതുപോലെ സമൂഹത്തിലുള്ള ആളുകളെ ഒന്നിച്ചു നിർത്താൻ പറ്റിയതായ ഒരു വികാരമാണ് എന്ത്? സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ എണ്ണയ്ക്കുള്ള വാക്ക് തന്നെ ഈ സ്നേഹം എന്നുള്ളതായ പ്രേമം എന്നുള്ള വികാരത്തിനും പറഞ്ഞിരിക്കുന്നത്. ഇരിക്കട്ടെ. അപ്പൊ സ്നിഗ്ധവർണ്ണ, രാമന്റെ വർണ്ണം എങ്ങനെയുള്ളതാണ്? സ്നിഗ്ധമായ, നല്ല മിനുമിനുപ്പാർന്ന് ഇരിക്കുന്നതാണ് എന്നർത്ഥം അല്ലെ? നല്ല ലാവണ്യമുള്ളതാണ് എന്നർത്ഥം. ലാവണ്യം എന്നുള്ള പദം കേട്ടിട്ടില്ലേ? ലാവണ്യം, നല്ല ലാവണ്യമുണ്ട് ഇത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ ലാവണ്യം? ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല, അതല്ലേ പ്രത്യേകത. ലാവണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ അർത്ഥത്തിലാണ് പ്രയോഗിക്കുക? സൗന്ദര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലാവണ്യം എന്നുള്ള പദം പ്രയോഗിക്കുക. എന്നാൽ ലാവണ്യം സൗന്ദര്യമല്ല. ലാവണ്യം ലവണത്തിന്റെ ഭാവമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലവണങ്ങൾ വേണം, പല പല ലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം. വേണ്ട ലവണങ്ങളൊക്കെ വേണ്ട അളവിലുണ്ടായാൽ ആ ശരീരത്തിന് എന്തുണ്ടാകും? അതിനൊരു മിനുമിനുപ്പ് ഉണ്ടാവും. ആ മിനുപ്പാണ് എന്ത് പറയുന്നത്? അതിനെയാണ് ലാവണ്യം എന്ന് പറയുക. അഴക്, സൗന്ദര്യം എന്ന് പറയുന്നത് വേറെയാണ് അല്ലെ? സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ട്, ലാവണ്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് ആരും അത് വിൽക്കുന്നില്ല. കാരണം ലാവണ്യം വേണമെങ്കിൽ അത് എവിടെ വേണം? അത് ഉള്ളിലേക്ക് തന്നെ ചെല്ലണം അല്ലേ? നല്ല വെള്ളമൊക്കെ കുടിക്കുക, നല്ല വെള്ളം
അല്ലെ? H2O കുടിച്ചാൽ പോരാ. H2Oയിൽ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെയാണുള്ളത്. അത് പോരാ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് വേണം? പല പല ലവണങ്ങൾ ഭൂമിയിൽ നിന്ന് അതിൽ ചേരും. ആ ലവണങ്ങളോട് കൂടിയ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. വെറും ഡിസ്റ്റിൽഡ് വാട്ടർ കുടിച്ചാൽ എന്താവില്ല? ലാവണ്യം ഉണ്ടാകും. അല്ലെ? നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളുടെയൊക്കെ ഔഷധ ഗുണങ്ങള് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലും നദിയിലെ വെള്ളത്തിലും ചേരുന്നുണ്ട്. അല്ലെ? അതിലൂടെ ഒഴുകിയാണ് വെള്ളം കിണറ്റിലേക്ക് എത്തുന്നത്. പിന്നെ ഭൂമിയിൽ നിന്ന് പല ലവണങ്ങളും ചേരും. അങ്ങനെ ലവണങ്ങളൊക്കെ ഉള്ള വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ ലാവണ്യവാന്മാരും ലാവണ്യവതികളും ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നല്ല ലവണങ്ങളൊക്കെ ശരീരത്തിലുള്ളപ്പോൾ ഒരു സ്നിഗ്ധഭാവം ഉണ്ടാകും. അതിനെയാണ് എന്ത് പറയുന്നത്? ലാവണ്യം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ലാവണ്യമുള്ള ആളാണ് രാമൻ എന്നർത്ഥം. പിന്നെ സ്നിഗ്ധവർണ്ണ പ്രതാപവാനം, പ്രകൃഷ്ടമായ രീതിയിൽ തപിക്കുന്നവൻ, താപത്തോട് കൂടിയവൻ. അതായത് രാമന്റെ മുമ്പിൽ വേറെ ഒരു തേജസ്സും എന്താവില്ല, വേറൊരു വ്യക്തിയുടെ തേജസ്സും പ്രകാശിക്കില്ല. പ്രകർഷണം തപിക്കുന്നവൻ, ജ്വലിക്കുന്നത് പോലെയുള്ള ശോഭയോട് കൂടിയവനാണ് എന്നർത്ഥം. അപ്പൊ സമവിഭക്തവാൻ പീനവക്ഷാഹ വിശാലാക്ഷോ ലക്ഷ്മീവാൻ ശുഭലക്ഷണ. പീനവക്ഷ, പീനം തടിച്ച വക്ഷസ് ഉള്ളവൻ. വക്ഷസിന് നല്ല തടിയുണ്ട് നെഞ്ചിന്. പിന്നെന്താണ്? വിശാലാക്ഷ, വിശാലമായ പക്ഷികളോട് കൂടിയ നല്ല വിടർന്ന കണ്ണുകളോട് കൂടി. പുണ്ടരീകാക്ഷൻ, നല്ല വിടർന്ന താമര പോലെയുള്ള നല്ല മനോഹരമായ കണ്ണോട് കൂടിയവനാണ് എന്നർത്ഥം. അപ്പോ വിശാലാക്ഷോ ലക്ഷ്മീവാൻ ശുഭലക്ഷണ. ലക്ഷ്മീവാൻ, ലക്ഷ്മി ഐശ്വര്യം അല്ലെ? ലക്ഷ്മിവാൻ, അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിയാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാകുമ്പോ ലക്ഷ്മിവാനാണ്. ശുഭലക്ഷണ, ശുഭങ്ങളായിട്ടുള്ള ലക്ഷണത്തോട് കൂടിയവൻ. ആരും രാമന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പറയില്ലേ? ലക്ഷണം കെട്ടവൻ എന്ന് പറയില്ല. നല്ല ശുഭമായിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയവനാണ്. ലക്ഷ്മീവാൻ ശുഭലക്ഷണ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേ രതഃ. ധർമ്മജ്ഞ, ധർമ്മം ജാനാതി ഇതി ധർമ്മജ്ഞ. ധർമ്മത്തെ അറിയുന്നവനാണ്. ശാസ്ത്രം അറിയുന്നവനെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നില്ലേ? അതുപോലെയാണ് ധർമ്മം അറിയുന്നവൻ ധർമ്മജ്ഞൻ. ധർമ്മം എന്താണ്? ധാരണോപാധികളാണ് അല്ലെ? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് പര്യാപ്തമായിട്ടുള്ള സമസ്ത ജീവജാലങ്ങളോടും കൂടി സമാധാനപൂർണമായി സഹവർത്തിക്കുവാൻ പര്യാപ്തമായ ഉപാധികളാണ് ധർമ്മം എന്ന് പറയാം. സസ്റ്റൈനബിലിറ്റി അല്ലെ? സസ്റ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാല് പുണ്യം എന്നൊക്കെ പറയും നമ്മള്. ധർമ്മം പുണ്യം തന്നെയാണ് ധർമ്മം അല്ലെ? ധർമ്മമല്ലാത്ത എന്തല്ല, പുണ്യവുമല്ല. നമുക്ക് സമാധാനപൂർണമായി സഹവർത്തിക്കണം ഈ ഭൂമിയിൽ. അതിന് പറ്റുന്നതൊക്കെ ധർമ്മമാണ് അല്ലെ? നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ കൂടിയിട്ട് എന്താണ് കൂടിയിട്ട് ഒരു ഇതിൽ കെട്ടി, എന്താണ് പ്ലാസ്റ്റിക് ഉള്ളിൽ കെട്ടി, എന്നിട്ട് രാവിലെ നടക്കാൻ പോണ സമയത്ത് അതും കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എന്താണ് പുഴയിലെത്തുമ്പോ അതിനെ ചോഴറ്റിൽ ഒറ്റ ഏറ് പുഴയിലേക്ക്. നമ്മുടെ പൗരധർമ്മം നമ്മൾ അനുഷ്ഠിച്ചു. എല്ലാവരും പുഴയിലിട്ടാൽ എന്താണ്? ജീവജാലങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അത് അല്ലേ? പുഴയിലെ വെള്ളം. പുഴ ഒഴുകുമ്പോൾ അത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് മാത്രമല്ല ഒഴുകുന്നത്. പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പുഴ എല്ലായിടത്തും കൂടിയാണ് ഒഴുകുന്നത്. ഒരു പുഴ അവിടെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ആളുടെ വീട്ടിലെ കിണറ്റിലും വെള്ളം ഉണ്ടാകും അല്ലേ? ആ വെള്ളം എന്താണ്? അപ്പൊ പുഴ ഒഴുകുന്ന കിഴക്കുന്ന് പടിഞ്ഞാട്ട് മാത്രമല്ല, പുഴ ദശദിശോ വ്യാപ്യ, 10 ദിക്കുകളിലും വ്യാപിച്ചാണ് പുഴ ഒഴുകുന്നത്. സമുദ്രം പോലെ 10 ദിക്കിലും. കിഴക്കുന്ന് പടിഞ്ഞാട്ടോ എവിടേക്ക് ഒഴുകുകയാണെങ്കിലും ചുറ്റുപാടിലേക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിനടിയിലൂടെ അത് വ്യാപിക്കുന്നുണ്ട്. പാതാളത്തിലേക്ക് താഴേക്കും ഇറങ്ങിപ്പോകുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തായി? 8 ദിക്കുകൾ ഇവിടെ തന്നെ നമ്മൾ കാണുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ 9ാമതൊരു ദിക്ക്. അതിൽ നിന്ന് പിന്നെ എന്താണ്? ജലബാഷ്പമായി നാളത്തേക്ക് നമ്മൾ വൃഷ്ടിക്ക് വേണ്ടി മുകളിലേക്കും പോകുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ പുഴ എങ്ങനെയാണ്? 10 ദിക്കിലും വ്യാപിച്ചാണ് പുഴ ഒഴുകുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാളിയനെ പോലെ മനുഷ്യരും ജന്തുക്കൾക്കും കുടിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ അഴുക്ക് ഇടാൻ പാടില്ല. ഇട്ടാൽ നമ്മൾ ആരാവും? നമ്മൾ കാളിയനെ പോലെ ആകും, വിഷം കലർത്തുന്നവരാകും.
അപ്പോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ഒരു നദിയിലെ വെള്ളം എടുത്തു, വാട്ടർ അതോറിറ്റി അത് അടിച്ച് നമുക്ക് വീട്ടിലേക്ക് തന്നു, അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ദേഹം ചൊറിയാൻ തുടങ്ങിയാൽ സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് ധർമ്മമല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ളതായ അഴുക്കുകളല്ല, വേസ്റ്റ്. വാട്ട് ഈസ് വേസ്റ്റ്? വേസ്റ്റ് ഈസ് നോട്ട് മാലിന്യം. വേസ്റ്റിന് എന്ത് പറയാൻ പറ്റില്ല, മാലിന്യം എന്ന് പറയാൻ പറ്റില്ല. വേസ്റ്റ് എന്താണ്? വേസ്റ്റ് പാഴ്വസ്തുക്കളാണ്, പാഴാണ് വേസ്റ്റ്, പാഴാണ്. ഡോണ്ട് വേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമയം മലിനമാക്കരുത് എന്നല്ല അർത്ഥം, സമയം പാഴാക്കരുത് എന്നാണ് അർത്ഥം. നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ നമ്മൾ മലിനമാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അച്ഛൻ മരണ സമയത്ത് എന്താണ്, വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. അച്ഛൻ മരണ സമയത്ത് എന്ത് ചെയ്തു? അച്ഛന്റെ ഓഫീസിൽ എന്തോ വിശേഷം ഉണ്ടായിരുന്നു, അച്ഛൻ എന്തോ പലഹാരമൊക്കെ കിട്ടിയാവുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? വരണ വഴിക്ക് ബേക്കറിയിൽ നിന്ന് കുട്ടികൾക്കും ആ പലഹാരം കുറച്ച് വാങ്ങിക്കും. താൻ കഴിച്ചതല്ലേ, കുട്ടികൾക്ക് ഒരിക്കട്ടെ വിചാരിച്ചിട്ട് കുട്ടികൾ അത് തിന്നിട്ട് കിടന്നുറങ്ങി. അപ്പൊ എന്തായി തീർന്നു? ഭക്ഷണം ഉണ്ടായിരുന്നത് അവിടെ ഇരുന്നു. ആ ഭക്ഷണം പിറ്റേ ദിവസം നമ്മൾ വലിച്ചെറിഞ്ഞാൽ അത് മലിനമായി. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മാലിന്യമല്ല. അത് നമ്മൾ പശുവിനോ മറ്റു മൃഗങ്ങൾക്കോ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലെ പശുവിനോ കൊടുത്താൽ അതെന്തായില്ല, അത് മാലിന്യമായില്ല. നമ്മൾ വലിച്ചെറിഞ്ഞാലാണ് അത് മാലിന്യം ആകുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിലെന്താണ്, തലേ ദിവസം നമ്മള് അവിയൽ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞതിന്റെ വെള്ളരിക്കയുടെ ചോറുണ്ട്, ഇത്തിരി അതിന്റെ മത്തങ്ങയുടെ കുരുണ്ട്. ഇതൊന്നും മാലിന്യങ്ങളല്ല. എന്താണ്? ഇതൊക്കെ പാഴ. അതിന് നമ്മൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ മലിനമാകില്ല, പുഴ മലിനമാകില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതൊരു ഭാഗത്തൊരു കുഴി കുത്തി കുഴിച്ചിട്ടാൽ അതിന്റെ മുകളിൽ ഒരു കുമ്പളത്തിന്റെ കുഴി നട്ടാൽ ഒരു കൊല്ലത്തേക്ക് വേണ്ട കുമ്പളങ്ങ അതിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് സമാധാനപൂർണമായി നിലനിൽക്കാനുള്ള അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ധർമ്മമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നദിയിലേക്ക് വലിച്ചെറുമ്പോൾ നമ്മുടെ മനസ്സ് എന്തായിത്തീരും? കലുഷമായി തീരും. മനസ്സ് കലങ്ങും, കലുഷമാകും. അപ്പൊ എന്താവില്ല? മനസ്സ് അത് ചെയ്യുന്ന പുണ്യമല്ല. പുണ്യം എന്താണ്? പുനാതി പവിത്രീകരിക്കുന്നു. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ അതിനെ നമ്മൾ സംസ്കരിച്ചാൽ ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ മനസ്സെന്തായി തീർന്നു? മനസ്സ് ശുദ്ധമായി. മനസ്സിനെ ശുദ്ധമാക്കുന്ന പ്രവൃത്തികൾ പുനാതി പവിത്രീകരിക്കുന്നു. അത് പുണ്യമാണ്. അപ്പൊ ധർമ്മം എന്താണ്? ധർമ്മപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തികളും ആണ്. ഈ ധർമ്മം അറിയുന്ന ആളാണ് രാമൻ. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ധർമ്മജ്ഞ എന്ന് പറഞ്ഞത്. ധർമ്മജ്ഞശ്ച സത്യസന്ധശ്ച, സത്യത്തിൽ സന്ധ ഉള്ളവൻ. സന്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്രതം, നിഷ്ഠ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ സത്യത്തിൽ വ്രതമുള്ളവൻ, നിഷ്ഠയുള്ളവൻ, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നിൽക്കുന്നവനാണ് സത്യസന്ധൻ എന്ന് പറയുന്നത്. ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേ രതഃ, പ്രജകളുടെ ഹിതത്തിൽ രതനായിരിക്കുന്നത്. പ്രജകൾക്ക് ഹിതമായ കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ഹിതം? ഹിതം എന്ന് പറഞ്ഞാല് അവരുടെ ഭാവി നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഹിതം എന്താണെന്ന്? നമുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും നമ്മുടെ ഭാവി നന്മയ്ക്ക് ഉതകുന്ന കാര്യമാണ് ഹിതം. പ്രിയം എന്താണ്? നമുക്ക് ആ സമയത്തേക്ക് ഇഷ്ടമാണ്, പിന്നീട് എന്തായിത്തീരും? അത് ദോഷമായിട്ട് തീരും. അപ്പൊ പ്രജകളുടെ ഹിതം നോക്കുന്ന ആളാണ്, അല്ലാതെ എന്തല്ല? പ്രിയം അല്ല. പ്രജാനാം ച ഹിതേ രഥഃ, പ്രജകളുടെ ഹിതത്തിൽ. രഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുകിയവൻ. നമ്മുടെ രാജ്യത്തിന്റെ പേരാണ് ഭാരതം. എന്താ ഭാ എന്ന് പറഞ്ഞാല്? ശോഭ. ശോഭയിൽ രഥമായതാണ് നമ്മുടെ രാജ്യം. എന്ത് ശോഭയിലാണ്? ആധ്യാത്മികമായ ശോഭ. ഭാസ്, ഈ പദങ്ങൾക്കൊക്കെ ഭാസ്, ശോഭ എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഭാരതത്തിന് അങ്ങനെ അർത്ഥം കൂടി ഉണ്ട്. ഭാസിൽ, ആധ്യാത്മികമായ ശോഭയിൽ മുഴുകിയതാണ് രാജ്യം. ഭാരതം എപ്പോഴും മറ്റു രാജ്യങ്ങൾക്ക്, പുറം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്തല്ല? നമുക്ക് നമ്മുടെ ആയുധങ്ങളല്ല നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെന്താണ്? ആധ്യാത്മികതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ ആധ്യാത്മികമായ ജ്ഞാനത്തെക്കുറിച്ച് അതിനെ അറിയാനാണ് ആര് വരുന്നത്? വിദേശികളൊക്കെ നമ്മുടെ ഇവിടെ രാജ്യത്ത് വരുന്നത്. അല്ലാതെ ശത്രുവിനെ സംഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാനല്ല ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അഭിവാദനം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കൈകൂപ്പിക്കൊണ്ടാണ്, നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കൈകൂപ്പുന്ന എന്തിന്റെ പ്രതീകമാണ്? നമ്മുടെ കോൺസെൻട്രേഷനാണ്.
അല്ലെ? കൂപ്പുക, കൂമ്പുക. വിടർന്നിരിക്കുന്നത് എന്താണ്? അത് വ്യസ്തമായിട്ടിരിക്കുന്നു, അല്ലെ? അത് ചേർന്ന് വരുന്നതാണ് എന്ത്? കൂമ്പൽ. അപ്പൊ എന്താണ്? നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം നമ്മൾ ഒരു കേന്ദ്രത്തിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ശിരസ് കുനിക്കുന്നു. അത് ശിരസ് മാത്രമല്ല, നമ്മൾ ആപാദചൂഡം മുഴുവനായിട്ട് ഇതിലേക്ക് കേന്ദ്രീകരിക്കുക. പൂർണ്ണമായ സമർപ്പണമാണ് നമ്മൾ ഈ കൈ കൂപ്പിക്കൊണ്ട് അഭിവാദനം ചെയ്യുന്നത്. മറ്റു രാജ്യക്കാർ പലരും എന്താണ്? ഷെയ്ക്ക് ഹാൻഡാണ്. എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ കാണിക്കാൻ പറ്റും. അവർക്ക് എപ്പോഴും ആയുധം കൊണ്ടുവരുന്ന പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കൈ ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ. അപ്പൊ അതല്ല വേണ്ടത്. നമ്മൾ എന്താണ്? നമ്മൾ ആധ്യാത്മികതയിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ പ്രജാനാം ചഹിതേരതഃ യശസ്വി ജ്ഞാനസമ്പന്ന. യശസ്വി, പ്രശസ്തമായ യശസ്സോട് കൂടിയ, നല്ല യശസ്സോട് കൂടിയവനാണ് യശസ്വി. ജ്ഞാനസമ്പന്ന, ജ്ഞാനത്തോട് കൂടിയവൻ, ജ്ഞാനവിജ്ഞാനങ്ങളോട് കൂടിയവനാണ് ആര്? ജ്ഞാനസമ്പന്നനാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശാസ്ത്രാദിഭ്യ, ശാസ്ത്രാദികളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ശാസ്ത്രാദികളിൽ നിന്ന് ലഭിക്കുന്ന അറിവിന്റെ പരിജ്ഞാനമാണ് ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാനം എന്ന് പറഞ്ഞതോ ലഭിക്കുന്ന ജ്ഞാനത്തെ സ്വാംശീകരിക്കുക, അതിന്റെ എക്സ്പീരിയൻസ് ആക്കുക, അനുഭൂതിയാക്കി മാറ്റുക. അതാണ് എന്ത്? വിജ്ഞാനം. അതാണ് ജ്ഞാനവിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത്. നല്ല ജ്ഞാനമുള്ളവനാണ് രാമൻ എന്നർത്ഥം. അപ്പോ യശസ്വി ജ്ഞാനസമ്പന്ന, സ്നിഗ്ധവ ജ്ഞാനസമ്പന്ന, ഇവിടെയാണ് തെറ്റിപ്പോയത്. ശുചിഹി, ശുചിയാണ്. നല്ല എന്താണ്? ശുചി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയുള്ളവൻ, വെടുപ്പുള്ളവൻ. ശുചി എന്ന് പറഞ്ഞാൽ ശാരീരികമായ ശുചി മാത്രമല്ല, ആന്തരികമായിട്ടുള്ള ശുചിയും ഉള്ളവൻ. വശ്യഹ, വശ്യഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വശീകരിക്കാനുള്ള ശക്തിയോട് കൂടിയവനാണ്. വശീകരിക്കുക. സമാധിമാൻ, സമാധി. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ? ഓം മനസ്സമാധീയതാം, അല്ലേ? കേട്ടല്ലേ? ഓം മനസ്സമാധീയതാം. പുണ്യാഹം ഉണ്ടാകുന്ന സമയത്ത് പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ പെട്ടതാണ്, അല്ലേ? 4 പേര് കൂടി എന്താണ്? ഉരുളിയിൽ വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്നു, അല്ലെ? 5-മതൊരാൾ നേതൃത്വം കൊടുക്കുന്ന ആൾ എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് ഈ പുണ്യാഹം ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ഓം മനഃ സമാധീയതാം, മനസ്സിനെ സമാധാനം ചെയ്യുക. എന്താണ് സമാധാനം? കോൺസെൻട്രേറ്റ്. നിങ്ങളുടെ മനസ്സിനെ ഈ കർമ്മത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. സമാധാനത്തിനെ പലപ്പോഴും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പീസ്. അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം, നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് പീസ്. ഇതെന്താണ്? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ. കോൺസെൻട്രേറ്റ്, ഏകാഗ്രമാക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കുക. ഗർഭ ആധാനം, ഗർഭത്തെ ആധാനം ചെയ്യുക. എന്താണ് ഗർഭാധാനം ചെയ്യുന്നത്? ഗർഭത്തെ അമ്മയുടെ ഉദരത്തിൽ ശ്രദ്ധാപൂർവകമായി നിക്ഷേപിക്കുക, ചെതറിപ്പോകാൻ പാടില്ല. അപ്പൊ ആധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിനാണ് ആധാരം എന്ന് പറയാം. അതാണ് ഗർഭ ആധാനം എന്ന് പറയുന്നത്. അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാലോ സമ്യക്കായി ആധാനം. അപ്പൊ നമ്മളെപ്പോഴാണ് നമ്മൾ സാധാരണ പറയുന്ന പീസ് എന്ന് പറയുന്നത് ഉള്ളപ്പോഴേ നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ പദം എന്തായി തരുന്നത്? സമാധാനം എന്നത് പീസ് എന്ന അർത്ഥത്തിലേക്ക് വ്യതിചലിച്ചു പോയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ആധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ. അങ്ങനെ ശ്രദ്ധിക്കുക, സമാധാനം. അതാണ് മനസ്സമാധീയതാം. എല്ലാവരും ഇനി ഇവിടെയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോ എല്ലാവരുടെയും മനസ്സിനെ നിങ്ങൾ കേന്ദ്രീകരിക്കുക. അതാണ് പുണ്യാഹത്തിന്റെ ആദ്യത്തെ മന്ത്രം തന്നെ. അതാണ് ഓം മനസ്സമാധീയതാം. അപ്പൊ മറ്റുള്ളവരെന്താണ് പറയാ? മറുപടി സമാഹിത മനസഹ സ്മഹ, സമാഹിത മനസഹ സ്മഹ. ഞങ്ങൾ സമാഹിതമായ മനസ്സോട് കൂടിയവരായിരിക്കുന്നു എന്നാണ് അവരവിടെ പറയുക. അസ്തു. അപ്പൊ ഇവിടെ എന്താണ്? ധർമ്മസ്യ ശുചിർവശ്യ സമാധിമാൻ, സമാധിയോട് കൂടിയാണ് എന്ന് പറഞ്ഞാൽ നല്ല കൺട്രോൾ. മനസ്സിന് എന്താണ്? അണ്ടർ അബ്സല്യൂട്ട് കൺട്രോൾ, പരിപൂർണമായ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നവരാണ് സമാധിമാൻ എന്ന് പറയുന്നത്.
പ്രജാപതി സമ ശ്രീമാൻ ധാതാരിപുനിഷൂദനഃ. പ്രജാപതി സമ, പ്രജാപതി ആരാണ്? സ്രഷ്ടാ പ്രജാപതിർ വേദ. സ്രഷ്ട എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിന് സമനാണ്, പ്രജാപതിക്ക് സമനാണ് അവൻ എന്നർത്ഥം. ശ്രീമാനാണ്, എടുത്തു പറയത്തക്ക ശ്രീയോട് ഐശ്വര്യത്തോട് കൂടിയവനാണ്. ധാതാവാണ്, വിധാനം ചെയ്യാൻ കഴിവുള്ളൂ. വിധാതാവ്, വിധിക്കുവാൻ കഴിവുള്ളവർ. എങ്ങനെ ഏത് വിധത്തിലായിരിക്കണം പ്രവൃത്തികൾ, ജനങ്ങളുടെ പ്രവൃത്തികൾ, തന്റെ രാജ്യത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് വിധാനം ചെയ്യുന്നതിനുള്ള പ്രാഗൽഭ്യത്തോടു കൂടിയവനാണ് ധാത എന്ന് പറയുന്നത്. ധാത രിപുനിഷൂദനഃ, രിപുക്കളെ നിഷൂദനം ചെയ്യുന്നവൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പദമാണ് ശത്രുനിബർഹണഃ. അത് തന്നെയാണ് രിപുനിഷൂദനഃ. നമ്മൾ മധുസൂദനൻ എന്നൊക്കെ പറയുന്നില്ലേ, മധുവിനെ സൂദനം ചെയ്തവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മധു എന്ന അസുരനെ നിഗ്രഹിച്ചവൻ. മധു കൈഡഭാരെ നമ്മൾ പറയാറില്ലേ, മധുവിനെയും കൈഡവനെയൊക്കെ നിഗ്രഹിച്ചവൻ. ആ പദം തന്നെയാണ് നിഷൂദനൻ എന്ന് പറയുന്നത്. രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത. ജീവലോകത്തിന്റെ രക്ഷിതാവാണ്, സമസ്ത ജീവലോകത്തിന്റെ രക്ഷിതാവാണ്. ധർമ്മസ്യ ച പരിരക്ഷിത, ധർമ്മത്തിന്റെ രക്ഷിതാവാണ്. സ്വജനസ്യ ച രക്ഷിത, സ്വന്തം ജനങ്ങളുടെയും രക്ഷിതാവാണ് അദ്ദേഹം. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നും അതിന് ഇല്ല. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ്. സാധാരണ നമ്മൾ തെറ്റായ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് വിശദീകരണം വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണല്ലോ. സ്വജനസ്യ ച രക്ഷിത, വേദാംഗ തത്വജ്ഞ, വേദാംഗ തത്വജ്ഞ, വേദത്തിന്റെയും വേദാംഗങ്ങളുടെയും തത്വമറിയുന്നവൻ. നമുക്ക് പലർക്കും വേദമറിയാമെങ്കിലും അതിന്റെ തത്വം നമ്മൾ അറിയുന്നില്ല. വേദങ്ങൾ എത്ര വേദങ്ങളാണ്? 4 വേദങ്ങൾ, ഋഗ് യജുസ് സാമാധർമ്മങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോ അതിന്റെ വേദാംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 6 ശാസ്ത്രങ്ങൾ, 6 വേദാംഗങ്ങൾ. ശിക്ഷ, വ്യാകരണം, ജ്യോതിഷം, നിരുക്തം, കൽപ്പം, ഛന്ദസ്, ശിക്ഷ. ശിക്ഷ എന്താണ്? അത് എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ് ശിക്ഷ, അല്ലേ? വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. ആർക്കേ പഠിക്കാൻ പറ്റുള്ളൂ? അതിനനുസരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമയമെടുത്ത് പഠിക്കാൻ പറ്റുന്നവൻ മാത്രമേ വേദം പഠിക്കാൻ പറ്റുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്കല്ല, ആർക്കും പഠിക്കാം വേദം. പക്ഷെ എന്ത് വേണം? അത് പഠിപ്പിച്ചതിന്റെ ചരിത്രവും ഉണ്ട്, നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. വർണ്ണമല്ല പ്രധാനം, അതിന് എന്ത് വേണം? അതിനെ ഉച്ചരിക്കുന്നതിനും അതിനെ പഠിക്കുന്നതിനുള്ള ക്ഷമത ഉണ്ടാകും, അവനെ പറ്റുള്ളൂ. അപ്പോ അല്ലെ, ഒരു വർണ്ണത്തെ തന്നെ 18 വിധത്തിൽ ഉച്ചരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധ ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെ? ആ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അക്ഷരങ്ങളെ പറഞ്ഞ ഈ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പോകും. എന്തുകൊണ്ടാണ്? നമ്മുടെ വ്യാകരണം, സംസ്കൃത വ്യാകരണത്തിൽ എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല. ആ ഇ ഉ ഋ എ ഓ അയ്യൗ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അയ്യോട് ഋക്ക് എയോങ് അയ്യൗച്ച് ഇങ്ങനെ 14 സൂത്രങ്ങളിലാണ്, മാഹേശ്വര സൂത്രങ്ങളിലാണ് സംസ്കൃത വ്യാകരണത്തിൽ അക്ഷരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഈ എന്ന് പറയാതിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല. ആ എന്നുള്ള ഒരൊറ്റ അക്ഷരം തന്നെ 18 വിധത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ഹ്രസ്വം, ദീർഘം, പ്ലുതം. കൂടെ ദീർഘത്തിന് മുകളിൽ ദീർഘം. നമ്മൾ ദൂരത്തുനിന്ന് ഒരാളെ വിളിക്കുമ്പോ നല്ല നീട്ടി വിളിക്കില്ലേ, രാമാ എന്ന് വിളിക്കില്ലേ, അങ്ങനെ ആ നീട്ടുന്നതാണ് പ്ലുതം എന്ന് പറയുന്നത്. ഹ്രസ്വം, ദീർഘം, പ്ലുതം. അതിന് ഓരോന്നിനും ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ളതായ ഭേദങ്ങളുണ്ട്. ഉദാത്തം, ഹ്രസ്വോദാത്തം, ഹ്രസ്വ അനുദാത്തം, ഹ്രസ്വസ്വരിതം. ദീർഘോദാത്തം, ദീർഘാനുദാത്തം, ദീർഘസ്വരിതം. പ്ലുതോദാത്തം, പ്ലുതാനുദാത്തം, പ്ലുതസ്വരിതം. 9 ഭേദമായി. അതിന് ഓരോന്നിനും അനുനാസികമെന്നും അനനുനാസികമെന്നും ഭേദം. അപ്പോൾ 18 ഭേദങ്ങൾ. ഒരു സ്വരം ഉച്ചരിക്കുന്നത് 18 വിധത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഉച്ചാരണത്തിൽ വരുന്ന വൈകല്യം വലിയ അർത്ഥഭേദം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, അത് പഠിക്കാൻ അതിന് ശിക്ഷയുണ്ട്. അതിന് ശിക്ഷ ആ വർണ്ണങ്ങളെ, വേദത്തെ എങ്ങനെ ഉച്ചരിക്കണം എന്നതാണ് ശിക്ഷ. വ്യാകരണം അതിന്റെ അർത്ഥങ്ങളെ എന്താണ്, അർത്ഥത്തിന് നിയാമകമായിട്ടുള്ള എന്താണ്, ശാസ്ത്ര നിയമങ്ങൾ, അതാണ് വ്യാകരണം. ജ്യോതിഷം എന്താണ്? വേദാദികളൊക്കെ ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്താണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ജ്യൗതിഷകം എന്നാണ് പറയാ. നമ്മളെപ്പോഴും ജ്യോതിഷം എന്ന് പറയും. ജ്യോതിസിനെ സംബന്ധിച്ചതായതുകൊണ്ട് എന്താണ് ജ്യൗതിഷം എന്നാണ്, ജ്യൗതിഷകം എന്നൊക്കെയാണ് അതിനെ പറയാ. ശിക്ഷ, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ് എന്താണ്? മീറ്ററാണ് വേദത്തിന്റെ. അത് എന്താണ്? അതും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഒരു പാദത്തിൽ എത്ര അക്ഷരം വേണം
എത്ര ഗുരു, എത്ര ലഘു, ചിലതിൽ അക്ഷരങ്ങൾ ഉണ്ടാവില്ല, അത്രയും അക്ഷരം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഗായത്രി എന്ന് നമ്മൾ പറയുന്ന മന്ത്രം എടുത്തു നോക്കിയപ്പോ 8 അക്ഷരമുണ്ട്. 3 പാദങ്ങൾ വേണ്ടതിൽ ആദ്യത്തെ പാദത്തിൽ തന്നെ ഒരു അക്ഷരം കുറവാണ്. അക്ഷരം കുറവാണെങ്കിലും അക്ഷരം ചിലപ്പോൾ കൂടിയാലും എന്ത് ചെയ്യണം? അത് തെറ്റ് വരാത്ത വിധത്തിൽ ചൊല്ലണം. വൃത്തത്തിന് ഭംഗം വരാതെ അത് ചൊല്ലണം. അപ്പൊ ഛന്ദസ്സിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഇപ്പൊ ഏതൊക്കെയായി? ശിക്ഷ, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, നിരുക്തം. നിരുക്തം എന്താണ്? നിർവചനം. നിർവചിച്ചിരിക്കുക. വേദത്തിലെ പദങ്ങളുടെ അർത്ഥത്തെ നിർവചിച്ചിരിക്കുക. പദങ്ങളുടെ അർത്ഥത്തെ നിർവചിക്കുന്നതിന് നമ്മൾ എന്താണ് പറയാ? ഡിക്ഷണറി എന്ന് പറയും. നിരുക്തം, പണ്ടത്തെ പേര് നിരുക്തം എന്നാണ്. പിന്നെ കൽപ്പം, വൈദികമായ അനുഷ്ഠാന വിധികളാണ് കൽപ്പം. അപ്പൊ വേദങ്ങളും 6 വേദാംഗങ്ങളും, അതാണ് ശാസ്ത്രങ്ങളെയും അറിയുന്നവനാണ് എന്ന് പറയും. അതിന്റെ തത്വത്തെ അറിയുന്നവനാണ്. വേദത്തിന്റെ തത്വത്തെ അറിയാന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നും അല്ല. വേദത്തിന്റെ ഏറ്റവും അവസാനത്തെ മന്ത്രമായിട്ടുള്ള അവസാനത്തെ 4 മന്ത്രങ്ങൾ, ഋഗ്വേദത്തിന്റെ 4 മന്ത്രങ്ങളെ നമ്മൾ സംവാദ സൂക്തം അഥവാ ഐകമത്യ സൂക്തം എന്നാണ് പറയുക. പലർക്കും അറിയാമെങ്കിൽ പോലും അതിന്റെ അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാ. താല്പര്യം അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ചിന്തിക്കാൻ ആളുകൾ മെനക്കെടാറുമില്ല. ചിന്തിച്ചാൽ ഒരിക്കലും ഭാരതീയമായ സംസ്കാരത്തെ, വൈദികമായ സംസ്കാരത്തെ ആർക്കും തന്നെ നിന്ദിക്കാൻ കഴിയില്ല. അത്രയേറെ ഗരിമാതിരേഖമുള്ള, അർത്ഥഗരിമയുള്ള സൂക്തങ്ങളാണ് ഏറ്റവും അവസാനം പറയുന്നതായ സംവാദ സൂക്തം. അതിന്റെയൊക്കെ തത്വങ്ങൾ അറിയുന്നവനാണ് എന്ന് അർത്ഥം. സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ, വേദാംഗ തത്വജ്ഞ, ധനുർവേദേ ച നിഷ്ഠിത. ധനുർവേദത്തിൽ നിഷ്ഠിതനാണ്. ധനുർവേദം എന്താണ്? അത് ആർച്ചറിയൊക്കെയാണ് അല്ലെ? ശസ്ത്രപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നിഷ്ണാതനായിട്ടുള്ള ആളാണ് എന്നർത്ഥം. വേദാംഗ തത്വജ്ഞോ ധനുർവേദേ ച നിഷ്ഠിത സർവശാസ്ത്ര അർത്ഥ തത്വജ്ഞ. സർവശാസ്ത്ര അർത്ഥ തത്വജ്ഞ, സർവശാസ്ത്രങ്ങളുടെയും അർത്ഥങ്ങളെയും തത്വങ്ങളെയും അറിയുന്നവൻ. സ്മൃതിവാൻ പ്രതിഭാനവാൻ. സ്മൃതിമാനാണ്, പ്രതിഭാനവാനാണ്. നല്ല സ്മൃതിമാൻ എന്താണ്? നല്ല സ്മൃതിയുള്ളവൻ, ഓർമ്മയുള്ളവൻ, ഓർമ്മശക്തിയുള്ളവൻ, പ്രതിഭാനമുള്ളവൻ. സ്മൃതിക്ക് വേറെ അർത്ഥം കൂടിയുണ്ട്, ധർമ്മനിയമങ്ങൾ. ധർമ്മനിയമങ്ങളും അറിയുന്നവൻ തന്നെയാണ്. ശ്രുതികൾ വേദങ്ങളാണ്. വേദങ്ങളുടെ താത്പര്യാർത്ഥങ്ങൾ വിട്ടുപോകാതെ നമുക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ധർമ്മനിയമങ്ങളെ പറയുന്നതാണ് സ്മൃതികൾ. ഇതിനനുസരിച്ചിട്ട് വേദത്തിനനുസരിച്ച് പറയുന്ന വേദത്തിന്റെ താത്പര്യത്തിന് എതിരായി ഒരു സ്മൃതി ഉണ്ടെങ്കിൽ അത് അതിനാൽ തന്നെ എന്താണ്? നള്ളിഫൈഡ് ആണ്. എന്തുപോലെയാണത്? അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായ നിയമം പോലെയാണ്. വേദത്തിന്റെ താത്പര്യത്തിന് എതിരായിട്ടുള്ള നിയമങ്ങളെല്ലാം അസാധുക്കളാണ്. അവ സ്മൃതിയായിട്ട് കാണാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ സ്മൃതിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നവനാണ് എന്നതുപോലെ തന്നെ ധർമ്മനിയമങ്ങൾ അറിയുന്നവനുമാണ്. പ്രതിഭാനവാൻ. പ്രതിഭാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതത് സമയത്ത് തോന്നുക. പ്രതിഭാനം, പ്രതിഭാസിക്കുക. ബുദ്ധിയിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ തോന്നുന്നവൻ എന്നർത്ഥം. അല്ലാതെ എന്തല്ല, കോടതി പിരിഞ്ഞതിന് ശേഷം ലോ പോയിന്റ് ഓർക്കുന്നവനല്ല എന്നർത്ഥം. വേണ്ട സമയത്ത് തന്നെ അതിന്റെ പ്രതിഭാനം ഉണ്ടാകുന്നവനാണ്. സർവദാ അഭിഗത സദ്ഭിഹി സമുദ്രൈവ സിന്ധുഭിഹി. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെ, 8:13. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ശ്ലോകം കൂടെ പറഞ്ഞിട്ടങ്ങോട്ട് ഇതും കൂടെ പറഞ്ഞിട്ടങ്ങോട്ട് നിർത്താം. സർവദാ അഭിഗത സദ്ഭിഹി. സർവദാ എല്ലായ്പ്പോഴും അല്ലെ. അഭിഗത സദ്ഭിഹി, സജ്ജനങ്ങളാൽ അഭിഗതനായിരിക്കുന്നവൻ. അഭിഗതൻ, അഭിമുഖം ഗതൻ. സജ്ജനങ്ങൾ എപ്പോഴും രാമന് അഭിമുഖമായിട്ട് ചെല്ലും എന്ന് പറഞ്ഞാൽ രാമനെ സമീപിക്കും. സജ്ജനങ്ങൾ, അവർക്ക് രാമനെ പേടിയില്ല. കാരണം എന്താണ്? ധർമ്മിഷ്ഠനായതുകൊണ്ട് തന്നെ. അപ്പൊ എല്ലായ്പ്പോഴും സജ്ജനങ്ങളാൽ അഭിഗമിക്കപ്പെടുന്നവനും. സമുദ്രൈവ സിന്ധുഭിഹി. എന്തുപോലെ? സമുദ്രം, സിന്ധുക്കൾ. സിന്ധു എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. സമുദ്രം എന്നർത്ഥമുണ്ട്, നദി എന്നർത്ഥമുണ്ട്, സിന്ധു നദി എന്നർത്ഥമുണ്ട്. ഇവിടെ നദി എന്നർത്ഥം. നദികളെല്ലാം സമുദ്രത്തിന് അഭിമുഖമായി ചെല്ലുന്നത് പോലെ സജ്ജനങ്ങൾ രാമന് അഭിമുഖമായിട്ട് ചെല്ലുന്നു.
അങ്ങനെ സമുദ്രത്തിലേക്ക് നദികൾ ചെല്ലുന്നത് പോലെ സജ്ജനങ്ങൾ ആരിലേക്ക് ചെല്ലുന്നുവോ അദ്ദേഹമാണ് രാമൻ എന്നർത്ഥം. സമുദ്രൈവ സിന്ധുഭിഹി ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശനഃ. ആര്യനുമാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡനല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്തവ്യമാചരൻ നിത്യം അകർത്തവ്യമനാചരൻ തിഷ്ഠതി പ്രകൃതാചാരേ യോയമാര്യ ഇത് സ്മൃത. ആര്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. കർത്തവ്യമാചരൻ നിത്യം, എന്നും തന്റെ കർത്തവ്യങ്ങൾ ആചരിക്കുക. അകർത്തവ്യമനാചരൻ, അകർത്തവ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക. കർത്തവ്യം അനുഷ്ഠിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിഷ്ഠയോടെ ഒഴിവാക്കുകയും ചെയ്യുക. പിന്നെന്താണ്? എന്നിട്ട് തിഷ്ഠതി പ്രകൃതാചാരി, തന്റെ പ്രകൃതത്തിനനുസരിച്ചിട്ട്, ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരിക്ക് അനുസരിച്ച്, ഗൃഹസ്ഥനാണെങ്കിൽ അതിനനുസരിച്ച്, വാനപ്രസ്ഥനോ സന്യാസിയാണെങ്കിലോ അതിനനുസരിച്ച്, തന്റെ പ്രകൃതത്തിനനുസരിച്ച് നിൽക്കുന്ന ആളാണ് ആര്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ ആര്യന്മാരുണ്ട്. ആരാണ് ഈ ആര്യൻ? എല്ലാവരും ആര്യന്മാരാകണം, എങ്കിലും നമുക്കൊക്കെ സുവിദിത സ്വരൂപനായ ഒരു ആര്യനുണ്ട്. അതാരാണ്? നമ്മുടെ ഭർത്താവിന് എന്താ പറയുന്നത്? ആര്യപുത്രൻ. എന്തുകൊണ്ടാണ് ആര്യപുത്രൻ എന്ന് പറയുന്നത്? ആര്യന്റെ പുത്രൻ. അപ്പൊ ആര്യനാണ് അവിടെ. ആരാണ് ആര്യൻ? അമ്മാനച്ചൻ അല്ലെ? അമ്മാനച്ചൻ. അത് അമ്മായച്ചനാണോ? അമ്മാനച്ചൻ. അമ്മാവൻ തന്നെ അമ്മാൻ. അതാണ്. പിന്നെ അമ്മാവൻ തന്നെ അച്ഛനാവുമ്പോഴാണ് ആരായിത്തീരുന്നത്? അമ്മാനച്ചൻ. അമ്മായി തന്നെ അമ്മയായി മാറുമ്പോ അമ്മായി അമ്മയും ആയി. ഈ അമ്മാനച്ചൻ ആരായിരിക്കണം? അമ്മാനച്ചൻ പക്കടിച്ചനായിരിക്കണം. കർത്തവ്യം ആചരിക്കുക, അകർത്തവ്യം ആചരിക്കാതിരിക്കുക. തന്റെ അന്തസ്സിനനുസരിച്ച് വീട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആര്യനാവും. അതുകൊണ്ടാണ് നമ്മൾ ഭർത്താവിന് ആര്യപുത്രൻ എന്ന് പറയുന്നത്. പിന്നെയൊക്കെ ഇതിനെ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ വളരെയേറെ വിശദീകരിക്കാനുണ്ട്. ഇപ്പൊ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് അതിന് നേരില്ലാത്തതുകൊണ്ട് അവിടെ നിർത്തുകയാണ്. ആര്യഹ സർവസമശ്ചൈവ, ആര്യനാണ്, സർവസമനാണ്. എല്ലാവരും അദ്ദേഹത്തിന് സമന്മാരാണ്. സർവരും സമന്മാരായിരിക്കുന്ന ആർക്കാണോ അദ്ദേഹമാണ് സർവസമശ്ചൈവ സദൈവ പ്രിയദർശന. സദൈവ സദാ ഏവ പ്രിയദർശന. ഏത് സമയത്തും പ്രിയദർശനാണ്. ഏത് സമയത്തും. ചില ആളുകൾക്കൊക്കെ നേരഫലമുണ്ട്. ചില സമയത്ത് കണ്ടാൽ അവർ വളരെ പ്രസന്റ് ആയിരിക്കും, ചില സമയത്ത് കണ്ടാൽ ദുർമുഖന്മാരായിരിക്കും. അങ്ങനെയല്ല, സദാ ഏവ പ്രിയദർശനമാണ്. എല്ലാ സമയത്തും എല്ലാവർക്കും പ്രിയദർശനായിരിക്കുന്നവനുമാണ് രാമൻ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താൻ സമയം കുറച്ച് അതിക്രമിച്ചു പോയി, ക്ഷമിക്കണം. അപ്പോ സർവദാഭിഗത സദ്ഭിഃ സമുദ്രൈവ സിന്ധുഭിഃ ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശനഃ. ഇവിടെ നിർത്താം അല്ലെ? നമസ്കാരം.